പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ശുദ്ധീകരണ ആത്മാക്കളും നമ്മളും ഈ ശുശ്രൂഷയുടെ അവസാനത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. 10 ദിവസം നീണ്ടുനിന്ന ഒരു ശുശ്രൂഷയായത്. ഈ ശുശ്രൂഷയിൽ നമ്മൾ വ്യക്തമായിട്ട് ചില ബോധ്യങ്ങൾ നമുക്ക് കിട്ടുകയുണ്ടായി. പ്രത്യേകിച്ച് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി എപ്രകാരമാണ് ദണ്ഡവിമോചനം എടുത്ത് പ്രാർത്ഥിക്കേണ്ടേ, ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ച് പരിശുദ്ധ ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധര് ഇതിനെക്കുറിച്ചുള്ള വിശുദ്ധരുടെ കാഴ്ചപ്പാട് എന്താണ്, എത്ര നാൾ ഒരാത്മാവിന് സഹിക്കേണ്ടതായിട്ട് വരും, എത്ര നാൾ ശുദ്ധീകരണ സ്ഥലത്ത് ഒരാത്മാവിന് കിടക്കേണ്ടതായിട്ട് വരും, ശുദ്ധീകരണ ആത്മാക്കളുടെ സഹന മേഖലകൾ എന്തുമാത്രമാണ്, ഇവരെ എപ്രകാരമൊക്കെയാണ് നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ 10 ദിവസമായിട്ട് വലിയ ബോധ്യങ്ങൾ നമുക്കെല്ലാവർക്കും ഈ ചാനലിലൂടെ ലഭിക്കുകയുണ്ടായി. ഇതിൻ്റെ ഫലമായിട്ട് ചില വൈദികരനോട് പങ്കുവെച്ചു, അച്ഛാ, അനേകം ദൈവമക്കള് ദേവാലയത്തിൽ പ്രഭാതത്തിൽ ബലിയർപ്പിക്കാൻ വരുന്നു, അതിനുശേഷം സിമിത്തേരി പോയി സന്ദർശിച്ചുകൊണ്ട് കുടുംബത്തിൽ നിന്നും മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുടെ എണ്ണം കൂടിയെന്ന് പല വികാരിയച്ഛന്മാർ എന്നോട് പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം സത്യമാണ്, ഈ ദിവസങ്ങളിലൊക്കെ പരിശോധിച്ചു നോക്കുമ്പോൾ അനേക മക്കള് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അനേക മക്കള് ദണ്ഡവിമോചന പ്രാർത്ഥന ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു, ജപമാല ചൊല്ലിയും കരുണക്കൊന്ത ചൊല്ലിയും കുരിശിൻ്റെ വഴി ചൊല്ലിയും ഉപവാസമെടുത്തും ചില സൽകൃത്യങ്ങൾ ചെയ്തുകൊണ്ടും പുണ്യജീവനം നയിച്ചുകൊണ്ടും ദാനധർമ്മങ്ങൾ നടത്തിക്കൊണ്ടും കാരുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ടുമൊക്കെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്കും ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം മക്കൾ ഇന്ന് കൂടിയിട്ടുണ്ട് എന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസങ്ങളിലൊക്കെ ചില വ്യക്തികൾ ഈ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്ത അതിൻ്റെ ഫലമായിട്ട് എന്നോട് ചോദിക്കുകയുണ്ടായി, അച്ഛാ, ശരിക്കും ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും ഒരാത്മാവ് രക്ഷ പ്രാപിച്ച് സ്വർഗത്തിൽ എത്തിച്ചേർന്നാൽ അവർ ഉപകാരികളായി തീരുമോ എന്നുള്ള ചോദ്യം. പ്രിയപ്പെട്ട മക്കളെ, കേൾക്കണം. ചില ആത്മാക്കള് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട്, ബലിയർപ്പണത്തിൻ്റെ ഫലമായിട്ട്, ജപമാല ചൊല്ലിയതിൻ്റെ ഫലമായിട്ട്, ദണ്ഡവിമോചന പ്രാർത്ഥനകൾ കാഴ്ചവെച്ചതിൻ്റെ ഫലമായിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും രക്ഷ പ്രാപിച്ചുകൊണ്ട് സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ ആ ആത്മാക്കള് ഉപകാരികളായി തീരുമോ ഇല്ലയോ? പ്രിയപ്പെട്ട ഓരോ ദൈവമക്കളും, എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളും വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഈ ലോകത്തിലുള്ള ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഏതൊക്കെ ആത്മാക്കള് ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും രക്ഷ പ്രാപിച്ച് സ്വർഗത്തിൽ എത്തിച്ചേർന്നാൽ അവർ നന്ദിയുള്ളവരായിരിക്കും, ഉപകാരികളായിരിക്കും. പ്രിയപ്പെട്ടവരെ, എന്ന് വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആത്മാവ് സ്വർഗത്തിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ ആരാണോ തന്നെ സ്വർഗത്തിൽ എത്തിച്ചേർക്കാനായിട്ട് ഇത്രമാത്രം അധ്വാനിച്ചത്, ഇത്രമാത്രം വഴിയൊരുക്കിയത്, ഇത്രമാത്രം പ്രാർത്ഥിച്ചത്, ഇത്രമാത്രം കഷ്ടപ്പെട്ടത്, ആ വ്യക്തിക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി അവർ എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ അനേകം ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും സ്വർഗത്തിൽ എത്തിച്ചു ചേർന്നാൽ അവരെപ്പോഴും ചെയ്യുന്ന കാര്യമാണ്, നമ്മുടെ മരണം വരെ ചെയ്യുന്ന കാര്യമാണ്, നമുക്കൊരാവശ്യം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കിട്ടാനുണ്ടെങ്കിൽ, എന്തെങ്കിലും തടസ്സങ്ങൾ മാറിക്കിട്ടാനുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് ഈ ആത്മാക്കൾ ദൈവപിതാവിൻ്റെ സന്നിധിയിൽ നമുക്കായിട്ട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്നത് സത്യമായ കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷിച്ചാൽ ആത്മാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചില മക്കളൊക്കെ എൻ്റെ അടുത്ത് ചില തടസ്സങ്ങളായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വരാറുണ്ട്.
പ്രത്യേകിച്ച് ജോലി തടസ്സം, വിവാഹ തടസ്സങ്ങളൊക്കെ ആയി പറഞ്ഞു വരുമ്പോൾ ഞാൻ പല മക്കളോടും പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടിയും നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ, അതിലൂടെ നിങ്ങളുടെ ഈ തടസ്സങ്ങൾ, ഈ പ്രശ്നങ്ങൾ മാറുമെന്ന്. പ്രിയപ്പെട്ടവരെ, അനേക മക്കൾ എന്നോട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി വില കൊടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ജീവിതത്തിൽ ഒത്തിരി തടസ്സങ്ങൾ മാറി, പ്രശ്നങ്ങൾ മാറി, ബന്ധിത അവസ്ഥകൾ മാറി എന്നുള്ള ഒരു സത്യം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കുക, സ്വർഗത്തിലെത്തിയാൽ ഇവർ നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കും. രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, ഈ ആത്മാക്കൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, അപകട അവസ്ഥ വരുമ്പോൾ മുന്നറിയിപ്പ് തരാൻ തുടങ്ങും, സംരക്ഷിക്കാൻ തുടങ്ങും. ഒപ്പം തിന്മയുടെ മേഖല വരുമ്പോൾ ആ മേഖലയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കും. ആ മേഖല വരുമ്പോൾ നമ്മളെ അവർ ചേർത്ത് പിടിക്കാനായിട്ട് ആ പാപമേഖലയിൽ, തിന്മയുടെ മേഖലയിൽ വീണു പോകാതിരിക്കാനുള്ള, പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയായിട്ട് ഈ ആത്മാക്കൾ കടന്നു വരും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമതായിട്ട് പ്രിയപ്പെട്ടവർ, ഈ ആത്മാക്കൾ ചെയ്യുന്ന കാര്യമാണ്, സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മരണസമയത്ത് സാത്താൻ പല രീതിയിലുള്ള പ്രലോഭനങ്ങളായിട്ട്, തകർച്ചകളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. പല നിരാശകളായിട്ട് കടന്നു വരും. ഭയവുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണത്തിൻ്റെ വേളയിൽ സ്വതന്ത്രമായിട്ടുള്ള തീരുമാനമെടുക്കുന്ന ആ സമയത്ത് അവൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഈ പ്രലോഭനവുമായിട്ട്, നിരാശയായിട്ട്, ഭയമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മളെ സംരക്ഷിക്കുവാൻ, നമ്മളെ ശക്തിപ്പെടുത്തുവാൻ, നമ്മളെ ആശ്വസിപ്പിക്കുവാൻ, നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ ആത്മാക്കള് നമ്മുടെ ചുറ്റിലും വരുന്നു എന്നതാണ് വിശുദ്ധര് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. അവസാനമായിട്ട് പ്രിയപ്പെട്ടവരെ, ഈ ആത്മാക്കൾ ചെയ്യുന്ന കാര്യമാണ്, നമ്മൾ മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് പോയി കിടക്കുവാണെന്ന് ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ കിടക്കുവാണെങ്കിൽ നമ്മൾ എന്തുമാത്രം ആത്മാക്കളെ രക്ഷിച്ച് സ്വർഗത്തിൽ എത്തിച്ചിട്ടുണ്ടോ, ഈ ആത്മാക്കൾ നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും നമ്മളെ രക്ഷിച്ച് സ്വർഗത്തിലെത്തിക്കാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കും. നമുക്ക് ആശ്വാസം നൽകിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുകുവാനായിട്ട് മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപത്തിൻ്റെ കടങ്ങൾ മോചിക്കാൻ ദൈവസന്നിധിയിൽ ഇവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ശുദ്ധീകരണാത്മാക്കൾ, നമ്മളെ സംരക്ഷിക്കുന്ന, അപകടങ്ങളിൽ നിന്ന്, തിന്മയിൽ നിന്ന് സംരക്ഷിക്കുന്ന ശുദ്ധീകരണാത്മാക്കൾ, മരണസമയത്ത് നമ്മുടെ കൂടെ വന്ന് നിന്നുകൊണ്ട് നമ്മളെ സംരക്ഷിക്കുന്ന ശുദ്ധീകരണാത്മാക്കൾ, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും രക്ഷിച്ച് സ്വർഗത്തിലെത്തിയ ആത്മാക്കൾ. അതോടൊപ്പം തന്നെ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ആത്മാക്കൾ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക. നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ചിന്തിക്കുക, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ മാതാപിതാക്കളെ, നിങ്ങൾ മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് പോയി കിടക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളെ രക്ഷിക്കാൻ സാധ്യതയുണ്ടോ? നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിക്കോ? നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ജപമാല ചൊല്ലി കാഴ്ചവെക്കോ? നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ദാനധർമ്മം ചെയ്ത് അത് കാഴ്ചവെച്ച് നിങ്ങളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷിക്കാൻ നിങ്ങളുടെ മക്കൾ തയ്യാറാകോ? പല മാതാപിതാക്കളോടും ഞാൻ ചോദിക്കുമ്പോൾ മാതാപിതാക്കൾ എന്നോട് പറയുന്ന കാര്യം, അച്ഛാ, എൻ്റെ മക്കളൊന്നും ഇതൊന്നും ചെയ്യില്ല, കാരണം അവർക്ക് ഇതിനെക്കുറിച്ചൊരു ബോധ്യമില്ല. എന്താണ് ശുദ്ധീകരണ സ്ഥലം എന്നറിയില്ല, അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, എങ്ങനെ അവിടെയുള്ള ആത്മാക്കളെ രക്ഷിക്കാമെന്ന് അറിയത്തില്ല. പ്രത്യേകിച്ച് കുടുംബത്തിൽ ജപമാല ചൊല്ലുമ്പോൾ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷിച്ചു തരാൻ കൃപയുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന പോലും ചെല്ലാനായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള മക്കൾക്ക് അറിയില്ല. അച്ഛാ, ഉറപ്പാ, ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ രക്ഷിക്കാനായിട്ട് സാധ്യതയില്ല. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എനിക്കിന്ന് നിങ്ങളോട് പറയുക, ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഈ സമയത്ത് നമുക്കെന്തുമാത്രം ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും സ്വർഗത്തിൽ എത്തിക്കാൻ പറ്റുമോ അത്രമാത്രം നിങ്ങൾ എത്തിക്കുക. ആ എത്തിച്ചു കഴിയുമ്പോൾ ഈ ഭൂമിയിൽ വെച്ച് നമുക്കവർ അനുഗ്രഹം തരാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംരക്ഷിക്കാൻ തുടങ്ങും. മരണസമയത്ത് നമ്മുടെ കൂടെ വരാൻ തുടങ്ങും.
മരിച്ച് ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുമ്പോൾ അവർ അവിടെ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പരിശ്രമിക്കും. മക്കൾ രക്ഷിച്ചില്ലെങ്കിലും, കേട്ടെ, മക്കൾ നമ്മളെ രക്ഷിച്ചില്ലെങ്കിലും ഈ കാണുന്ന സ്വർഗത്തിലെത്തിയിരിക്കുന്ന ഈ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് തയ്യാറാകും. വിശ്വാസമുണ്ടെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കാതറിൻ പറയുന്ന ഒരു കാര്യപ്രകാരമാണ്, എനിക്ക് വിശുദ്ധരിൽ നിന്നും അനേകം കൃപകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ കൃപ കിട്ടിയിരിക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും രക്ഷിച്ച് സ്വർഗത്തിലെത്തിയിരിക്കുന്ന ആ ആത്മാക്കളിലൂടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കൃപ കിട്ടിയിരിക്കുന്നത് എന്ന വിശുദ്ധ കാതറിൻ പങ്കുവെക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജോൺ മസിയാസ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും മുട്ടിന്മേൽ നിന്നുകൊണ്ട് 3 ജപമാല ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായിട്ട് ചൊല്ലും. എല്ലാ ദിവസവും ഹാനാം വെള്ളം തളിച്ചുകൊണ്ട് ഈ ആത്മാക്കൾ രക്ഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും 1000-ഓളം സുഹൃജപങ്ങൾ ചൊല്ലിക്കൊണ്ട് ഈ ആത്മാക്കൾക്കായിട്ട് കാഴ്ചവെക്കും. എല്ലാ ദിവസവും ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലിയിലേക്ക്, രക്തത്തിലേക്ക്, ശരീരത്തിലേക്ക് ശുദ്ധീകരണ ആത്മാക്കളെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിശുദ്ധനായ വ്യക്തിയായിരുന്നു വിശുദ്ധ ജോൺ മസിയാസ് എന്ന് പറയുന്ന ആ വിശുദ്ധൻ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയുണ്ട്. അദ്ദേഹം ഈ ഏകദേശം മരിക്കുന്ന സമയമായപ്പോഴേക്കും 14 ലക്ഷത്തോളം, പ്രിയപ്പെട്ടവരെ, പറയുന്ന ഇപ്രകാരമാണ്, 14 ലക്ഷത്തോളം ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെ രക്ഷിച്ച് സ്വർഗത്തിൽ എത്തിച്ചു എന്ന ഇദ്ദേഹം പങ്കുവെക്കുന്ന കാര്യപ്രകാരമാണ്, ഈ ആത്മാക്കളാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൃപ മേടിച്ചു തന്നത്. മനുഷ്യന് അസാധ്യമാകുന്ന കാര്യങ്ങൾ പോലും സാധിച്ചെടുക്കാനുള്ള കൃപയുമായിട്ട് സ്വർഗത്തിൽ നിന്ന് വന്നത് ഈ ആത്മാക്കളാണെന്ന് ഈ വിശുദ്ധൻ പറയുന്ന കാര്യപ്രകാരമാണ്. മരണത്തിന്റെ സമയത്ത് അനേകം പീഡകള്, അനേകം പ്രലോഭനങ്ങൾ വന്നപ്പോൾ ഈ ആത്മാക്കൾ ഇറങ്ങി വന്ന് എനിക്കിതിനെ നേരിടാനുള്ള ശക്തി നേടിത്തന്നു, പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി തന്നു, എന്നെ സ്വർഗത്തിലേക്ക് സംവഹിച്ചു കൊണ്ടുപോകാനായിട്ട് ഈ ആത്മാക്കൾ മുഴുവനും എൻ്റെ ചുറ്റിലും വന്നു നിന്നു എന്നാണ് ഈ വിശുദ്ധന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് പറ്റുക. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, കർദിനാൾ ബൊറോണിയൂസ് എന്ന് പറയുന്ന ഒരു കർദിനാളുണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ കാണുന്ന ഒരു ചെറിയ കാര്യം പച്ചം പങ്കുവെക്കാം. അദ്ദേഹം ഒരു വിശുദ്ധനായ ഒരു മനുഷ്യന്റെ അന്ത്യയാത്രയ്ക്കായിട്ട്, മരണത്തിനായിട്ട് ഒരുക്കുവാനായി, രോഗിലാപനം കൊടുക്കുവാനായിട്ട് പോകുക. പ്രിയപ്പെട്ടവരെ, അവിടെ ചെന്ന് പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് ഈ കർദിനാൾ കാണുന്ന ഒരു കാഴ്ച പ്രകാരമാണ്, മരണക്കിടക്കയിൽ കിടക്കുന്ന ഈ മനുഷ്യന്റെ ചുറ്റിലും അനേകായിരം ആത്മാക്കൾ വന്ന് നിൽക്കുക ചുറ്റിലുമായിട്ട്. പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന കർദിനാൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പ്രകാരമാണ്, ഇതാ ഈ ആത്മാവിന്റെ ചുറ്റിലും നിന്ന് ആശ്വസിപ്പിക്കുന്നു. സാത്താൻ കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ബലവും ശക്തിയും കൊടുക്കുന്നു. സാത്താൻ കൊണ്ടുവരുന്ന നിരാശയെ തകർത്ത് കളയാനായിട്ടും സാത്താനെ ആട്ടിപ്പായ്ക്കാനായിട്ടും ഈ ആത്മാക്കൾ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അവസാനം ഈ ആത്മാവിനെ സംവഹിച്ചു കൊണ്ടുപോകാനായിട്ട് ഈ കാണുന്ന ആത്മാക്കൾ മുഴുവനും ചുറ്റിലും നിറഞ്ഞു നിൽക്കുക. ഈ കർദിനാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാ? ഈ ആത്മാക്കൾ പറയുന്ന കാര്യപ്രകാരമാണ്, ഞങ്ങൾ ഈ കിടക്കുന്ന മനുഷ്യൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും രക്ഷ പ്രാപിച്ച് സ്വർഗത്തിൽ എത്തിച്ചേർന്ന ആത്മാക്കളാണ് എന്നുള്ള സത്യം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ജത്രൂദിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാ. കിടക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് അനേകം പിശാചുക്കൾ വന്ന് ഓരോ പ്രലോഭനം തന്ന് നിരാശ തന്ന് തകർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശുക്രിസ്തു ചെയ്യുന്നത് മാലാഖമാരെ മാത്രമല്ല പറഞ്ഞയക്കുന്നത്, മറിച്ച് ജത്രൂദിലൂടെ എന്തുമാത്രം ആത്മാക്കള് സ്വർഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ ഈ ആത്മാക്കളെ കൂടി യേശുക്രിസ്തു ഈ കാണുന്ന ജത്രൂദിനെ സംവഹിച്ചു കൊണ്ടുവരാനായിട്ട് ജത്രൂദിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്ന കാര്യം ജത്രൂദിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ മരണസമയമുണ്ടല്ലോ. ഈ മരണസമയത്ത് സാത്താൻ അതിശക്തമായിട്ടുള്ള ആയുധവുമായിട്ട് കടന്നു വരും.
പലതരത്തിലുള്ള നിരാശയുമായിട്ട് കടന്നു വരും, പലതരത്തിലുള്ള ഭയവുമായിട്ട് കടന്നു വരും. ഇതിനെ അതിജീവിക്കണമെങ്കിൽ സ്വതന്ത്ര മനസ്സോടുകൂടി യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു തീരുമാനം എടുക്കണമെങ്കിൽ നമ്മൾ ഈ ജീവിക്കുന്ന സമയത്ത് അനേകം ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് രക്ഷിച്ച് സ്വർഗത്തിലെത്തിക്ക് ഈ ആത്മാക്കൾ നമ്മുടെ ചുറ്റിലും വന്നു നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പോരാടാൻ തുടങ്ങുന്നേ. പറഞ്ഞേ ഹല്ലേലൂയാ, സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫിലിപ്പിനേരി എന്ന് പറയുന്ന വിശുദ്ധം പങ്കുവെക്കുന്ന ഒരു കാര്യപ്രകാരമാ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടിയിരിക്കുന്നത് ഈ കാണുന്ന ഞാൻ രക്ഷിച്ച് സ്വർഗത്തിൽ എത്തിച്ചിരിക്കുന്ന ആത്മാക്കളിൽ നിന്ന്. പങ്കുവെക്കുന്ന കാര്യപ്രകാരമാണ്, എനിക്ക് മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ വെളിപ്പെടുത്തി കിട്ടാനുള്ള ശക്തിയും കൃപയും തന്നത് ഈ ആത്മാക്കൾ വഴിയാണ്. ഭാവിയെക്കുറിച്ച് അറിയാനുള്ള കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി കിട്ടിയത് ഈ ആത്മാക്കൾ വഴിയാണ്. അതുപോലെ സാത്താന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി കിട്ടിയതും ഈ ആത്മാക്കളിലൂടെ കിട്ടിയ അനുഗ്രഹം വഴിയാണ് എന്ന് വിശുദ്ധ ഫിലിപ്പിനേരി പറയുക. ചുരുക്കത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒറ്റക്കാര്യം നിങ്ങൾ ഇങ്ങനെയൊന്ന് മനസ്സിലാക്കണം. നമ്മൾ എന്തുമാത്രം ആത്മാക്കൾ രക്ഷിച്ച് സ്വർഗത്തിലെത്തിക്കാൻ പറ്റുമോ അത്രമാത്രം രക്ഷിക്കുമ്പോൾ എന്താ സംഭവിക്കണേന്നറിയാമോ? നമ്മുടെ ആത്മീയ മേഖലയിൽ വളർച്ച കടന്നു വളരാൻ തുടങ്ങും. രണ്ടാമത്തെ കാര്യം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അനുഗ്രഹം നമ്മുടെ കൂടെ വരാൻ തുടങ്ങും. 3, പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം നമ്മുടെ കൂടെ വരാൻ തുടങ്ങും. 4, വിശുദ്ധരുടെയും മാലാഖമാരുടെയും വലിയ സഹായം നമ്മുടെ കൂടെ വരാൻ തുടങ്ങും. 5, നമ്മൾ അനേകം വിശുദ്ധരെ സ്വർഗത്തിലെത്തിക്കുന്നു. ഈ വിശുദ്ധർ നമുക്ക് കടക്കാരായിട്ട് മാറുക എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി നമ്മുടെ മരണം വരെ നമ്മളെ സഹായിക്കാനുള്ള ഒരു കടക്കാരായിട്ട് ഈ വിശുദ്ധര് തിരികെ. മക്കളെ, ഈ പ്രകാരം രക്ഷിച്ചോ, നമ്മൾ രക്ഷ പ്രാപിക്കും, കുടുംബം രക്ഷ പ്രാപിക്കും, തലമുറ രക്ഷ പ്രാപിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉറപ്പോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഈ ദിവസങ്ങളിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി ശക്തമായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില വ്യക്തികൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ശരിക്കും പരിശുദ്ധി അമ്മ മാതാവ് ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കാറുണ്ടോ? ഇങ്ങനെ ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ട മക്കളെ, ബാത്തിമായിലെ പരിശുദ്ധി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഇപ്രകാരമാ: അനേകായിരം മക്കള് നരകാഗ്നിയിൽ പോയി പതിക്കുന്നു. എന്തുകൊണ്ട് എന്ന് അമ്മ തന്നെ ഉത്തരം പറയുവാണ്. ഈ ഭൂമിയിലുള്ള ദൈവമക്കള് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് കൊണ്ടും പരിഹാരം ചെയ്യാത്തത് കൊണ്ടും പ്രായശ്ചിത്തം ചെയ്യാത്തത് കൊണ്ടും അനേകം ആത്മാക്കള് നരകാഗ്നിയിൽ പോയി പതിക്കുന്നു. അവരെ രക്ഷിക്കാൻ അമ്മ മാതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാ ബുധനാഴ്ചകളിലും എല്ലാ വെള്ളിയാഴ്ചകളിലും അപ്പവും വെള്ളവും മാത്രം കഴിച്ചുകൊണ്ട് ഈ ആത്മാക്കൾക്ക് വേണ്ടി ഉപവസിച്ച് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ. ഫാദർ സുപ്പേ എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്. ഈ വൈദികൻ പങ്കുവെക്കുന്ന കാര്യപ്രകാരമാ. അമ്മ മാതാവിനെ ഒത്തിരി സ്നേഹിച്ച വൈദികനാ. ഈ വൈദികൻ പങ്കുവെച്ച കാര്യപ്രകാരമാ, എല്ലാ ശനിയാഴ്ചകളിലും, പ്രത്യേകിച്ച് ആദ്യ ശനിയാഴ്ചകളിലും എല്ലാ ശനിയാഴ്ചകളിലും അമ്മ മാതാവ് ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കുന്നു. അവിടെയുള്ള ആത്മാക്കളെ ആശ്വസിപ്പിക്കുന്നു. അവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ ഒഴുകാൻ വേണ്ടി അവരെ ശക്തിപ്പെടുത്തുന്നു. അതിനോട് ചേർന്ന ഇപ്രകാരം അച്ഛൻ പറയുന്നത്, എല്ലാ അമ്മ മാതാവിൻ്റെ തിരുനാൾ ദിവസവും അമ്മ മാതാവ് ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കുകയും അവിടുന്ന് ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് തയ്യാറാക്കുന്നു, അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകുന്നു എന്ന്. എന്നിട്ട് ഈ ഫാദർ സുപ്പേ പറയുന്ന മറ്റൊരു കാര്യപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ. അദ്ദേഹം പറയുവാണ്, സ്വർഗാരോപണ തിരുനാൾ ഓഗസ്റ്റ് മാസം 15-ാം തീയതി, അന്നാണ് പരിശുദ്ധ അമ്മ മാതാവ് ഏറ്റവും കൂടുതൽ ശുദ്ധീകരണ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇപ്രകാരമാണ്: റോമിലുള്ള ജനസംഖ്യയെക്കാളും കൂടുതൽ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും സ്വർഗത്തിലേക്ക് ഓഗസ്റ്റ് മാസം 15-ാം തീയതി, അന്ന് വെച്ചാൽ സ്വർഗാരോപണ തിരുനാൾ ദിവസം അമ്മ മാതാവ് കൊണ്ടുപോകുന്നു എന്നുള്ള സത്യം. അമ്മ പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദാനമുണ്ടല്ലോ. എന്താ? ഉത്തിരിയം ധരിച്ച് വിശുദ്ധിയോടുകൂടി ആര് മരിച്ചോ അവരെ എത്രയും പെട്ടെന്ന് ശുദ്ധീകരണ സ്ഥലത്തു നിന്നും ഞാൻ സ്വർഗത്തിലെത്തിക്കും. അത് നിറവേറ്റുക മക്കളെ, അത് നിറവേറ്റുക.
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് വിശുദ്ധ പൗസ്തീന പറയുന്ന കാര്യപ്രകാരമാണ് പൗസ്തീനയെ കാവൽമാലാഖ ഒരു പ്രാവശ്യം ഇതാ ശുദ്ധീകരണ സ്ഥലം കാണിക്കാനായിട്ട് കൊണ്ടുപോവുക. അവിടെ ചെന്നപ്പോൾ പൗസ്തീന കാണുന്ന കാഴ്ച, പരിശുദ്ധ അമ്മ മാതാവ് ഈ കാണുന്ന ശുദ്ധീകരണ ആത്മാക്കളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുക. ഈ ശുദ്ധീകരണ ആത്മാക്കൾ അമ്മ മാതാവിനെ വിളിക്കുന്ന കാര്യം എന്നാണെന്നറിയാമോ? സമുദ്ര നക്ഷത്രമേ, സമുദ്ര താരമേ, ഇങ്ങനെയാ വിളിക്കുന്നത്. ഈ അമ്മ മാതാവ് അവരെ ആശ്വസിപ്പിക്കുന്നു, അവരെ ധൈര്യപ്പെടുത്തുന്നു, അവർക്ക് ബലം കൊടുക്കുക. അതുകൊണ്ട് മരിയ സിമ എന്ന് പറയുന്ന വ്യക്തി ഇപ്രകാരമാണ് പറയുന്നത്: അമ്മ മാതാവ് ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന 4 ദിവസങ്ങളുണ്ട്. 1 പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ, 2 ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ, 3 സകല വിശുദ്ധരുടെ തിരുനാൾ, 4 ക്രിസ്മസ് ദിവസം, ഒരു ദിവസം കൂടി പറയുന്നു 5 ദുഃഖവെള്ളിയാഴ്ച. ഈ 5 ദിവസങ്ങളിൽ അമ്മ മാതാവ് ഏറ്റവും കൂടുതൽ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് സംവഹിച്ചു കൊണ്ടുപോകുന്ന ദിവസമാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിച്ചോട്ടെ, നമ്മളൊക്കെ ക്രിസ്മസിന് നന്നായിട്ട് അടിച്ചു പൊളിച്ച് പടക്കവും പൊട്ടിച്ച് നമ്മൾ നക്ഷത്രമൊക്കെ തൂക്കി നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ടല്ലോ. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി, ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് ജപമാല ചൊല്ലി അവർക്ക് വേണ്ടി ആ ക്രിസ്മസ് ദിവസം കാഴ്ചവെക്കുന്ന എത്ര പേര്? ദുഃഖ വെള്ളിയാഴ്ച അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേര്? സകല വിശുദ്ധ തിരുനാളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേര്? സ്വർഗാരോഹണ തിരുനാളില് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേര്? ഈശോയുടെ സ്വർഗാരോഹണ തിരുനാളില് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേര്? മക്കളെ, ഈ ദിവസങ്ങളില് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. ഈ ആത്മാക്കൾ ആ പരിശുദ്ധി അമ്മ വഴി സ്വർഗത്തിൽ എത്തിച്ചേരും. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച മക്കളെ, ഇതാ അമ്മ വഴി നമ്മൾ പ്രാർത്ഥിക്കുക. ഈ ആത്മാക്കൾ എത്തണം. അമ്മ ഈ രാത്രിയുടെ സമയത്ത് ശുദ്ധീകരണ സ്ഥലം പോയി സന്ദർശിക്കണം. അമ്മ അവിടെ കഴിയുന്ന ആത്മാക്കൾക്ക് ആശ്വാസം കൊടുക്കണം. ദൈവത്തിന്റെ കരുണ അമ്മ മാതാവ് മേടിച്ചു കൊടുക്കണം. അവരുടെ പാപങ്ങളെ ഇളച്ചു കൊടുക്കണം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ദൈവമേ ആത്മാക്കളെ മുഴുവനെ രക്ഷിക്കണമേ, ശുദ്ധീകരണ ആത്മാക്കളെ രക്ഷിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ചങ്കുപൊട്ടി നിലവിളിച്ചുകൊണ്ട് അതിരം തുറന്ന് എല്ലാ മക്കളും വിളിക്കട്ടെ: യേശുവേ, ഈശോയേ. ദാഹത്തോടെ പ്രാർത്ഥിച്ച്, ദാഹത്തോടെ പ്രാർത്ഥിച്ച്, ദാഹത്തോടെ പ്രാർത്ഥിച്ച്. കരമടിച്ച് 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 പാടി പ്രാർത്ഥിച്ച്. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽക. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽക. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽക. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽക. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. ഒറ്റവിളി ആത്മാവേ, ശക്തിയോടെ കരമടിച്ച് കരമടിച്ച് കരമടിച്ച്. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ.
സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. സ്വർഗം തുറന്നിടണമേ, ആത്മനെ അയച്ചിടണമേ. സ്വർഗം തുറന്നിടണമേ, ആത്മനെ അയച്ചിടണമേ. ആഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പെന്തക്കോസ്ത്. ആഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പെന്തക്കോസ്ത്. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന മുഴുവനും ആത്മാക്കളെയും സമർപ്പിച്ചമ്മേ, ഈ നിമിഷം ഞങ്ങൾക്കായിട്ടൊന്ന് മാധ്യസ്ഥം വഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന മുഴുവനും ആത്മാക്കൾക്ക് വേണ്ടി അമ്മ ഏറ്റെടുത്ത് മാധ്യസ്ഥം വഹിക്കണമേ. അവരെ ആശ്വസിപ്പിക്കാൻ ആ സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെല്ലണമേ എന്നുള്ള ആഗ്രഹത്തോടെ അമ്മയോട് ചേർന്ന് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് വിളിച്ചു പാടി പ്രാർത്ഥിക്കുക. എല്ലാ മക്കളും ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. ആവേ ആവേ അമ്മേ 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 അമലേ അമലേ മരിയേ ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് കാണാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കിക്കൊണ്ട് ഒരാത്മാവിന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമോ? ശ്രദ്ധിക്കണം, ഒരാത്മാവ് മരിച്ചു കഴിഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ വേദനകളിലേക്ക് പോകാതെ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ദൈവജനം തിരിച്ചറിയണം ചില വിശുദ്ധർ പറയുന്ന കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ, ശുദ്ധീകരണ സ്ഥലത്ത് അനേക വർഷക്കാലം മാസക്കാലം ചില ആത്മാക്കളൊക്കെ സഹിക്കാനുള്ള ചില കാര്യങ്ങൾ വിശുദ്ധർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതെന്താണ് എന്ന് ദൈവജനം മനസ്സിലാക്കിയിട്ട് എങ്ങനെ ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നതാ അതിൻ്റെ ഏറ്റവും നല്ല വശം. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ച് പറയുന്നത് പൂർണ്ണത തേടുന്ന ആത്മാക്കളെന്ന. എന്തുകൊണ്ടാണ് പൂർണ്ണത തേടുന്ന ആത്മാക്കൾ എന്ന് പറയാൻ കാരണം, സ്വർഗത്തിൽ ഒരാത്മാവിന് എത്തണമെങ്കിൽ പൂർണ്ണമായ വിശുദ്ധി ഉണ്ടാകണം, പൂർണ്ണമായിട്ടുള്ള സ്നേഹമുണ്ടാകണം. ഈ പൂർണ്ണമായിട്ടുള്ള സ്നേഹവും പൂർണ്ണമായിട്ടുള്ള വിശുദ്ധിയും ഒരാത്മാവിനില്ലെങ്കിൽ ആ ആത്മാവ് ശുദ്ധീകരിക്കാനായിട്ട് ആത്മാവ് തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് ശുദ്ധീകരണത്തിന് വേണ്ടി പോകുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ ശുദ്ധീകരണ സ്ഥലം. നമുക്കറിയാലോ പ്രിയപ്പെട്ടവരെ, ഒരു കൊട്ടാരത്തിൽ നമ്മൾ പ്രവേശിക്കാൻ പോവാണ്. ചിന്തിക്കുക, മുഷിഞ്ഞ വസ്ത്രവും ഇട്ട് നമ്മൾ അലക്കാതെ കുളിക്കാതെ നമ്മൾ അങ്ങോട്ട് ചെന്നാൽ നമുക്കവിടെ പ്രവേശനം കിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒരു കൊട്ടാരത്തിൽ രാജാവിനെ കാണാൻ പോകുന്നതിന് മുമ്പ് കുളിച്ച് വിശുദ്ധിയായിട്ടുള്ള നല്ല വസ്ത്രമിട്ട് നന്നായിട്ട് അങ്ങോട്ട് ചെന്നാലാ അവിടെ അല്പമെങ്കിലും പ്രവേശനം കിട്ടുള്ളൂ. ഇതുപോലെ തന്നെയാ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ ഒരാത്മാവിന് എത്തിച്ചേരണമെങ്കിൽ ഒരു പൂർണ്ണമായിട്ടുള്ള വിശുദ്ധീകരണം ആവശ്യമാ. ഈ വിശുദ്ധീകരണത്തിന് വേണ്ടി ആത്മാവ് തന്നെ
തെരഞ്ഞെടുത്തു പോകുന്ന സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. പ്രിയപ്പെട്ടവരെ, ശരിക്കും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവിടെ ഒരു വലിയ ഉൾക്കാഴ്ച നമുക്ക് കിട്ടുന്ന ഇപ്രകാരമാണ്. ഈശോ ചില ആ ശുദ്ധീകരണ ആത്മാക്കളെ മാത്രം അനുവദിക്കുന്നുണ്ട്. എന്നെ അനുവദിക്കണമെന്ന് ചോദിച്ചാൽ, ഭൂമിയിലുള്ള വിശുദ്ധരായി ജീവിക്കുന്ന പ്രാർത്ഥിക്കുന്നവരെ സന്ദർശിക്കുവാനും പ്രാർത്ഥനാ സഹായം ചോദിക്കാനുമായിട്ട് ചില ശുദ്ധീകരണ ആത്മാക്കളെ ദൈവം അനുവദിക്കുന്നുണ്ട്. ഭൂമിയിലുള്ള ചില വിശുദ്ധരായ വ്യക്തികളെ സന്ദർശിക്കാനായിട്ടും പ്രാർത്ഥന ചോദിക്കാനായിട്ടും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സന്ദർശിച്ച അല്ലെങ്കിൽ അങ്ങനെ ശുദ്ധീകരണ ആത്മാക്കൾ വന്ന് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള ചില വിശുദ്ധരാണ് വിശുദ്ധ കുച്രേസ്യ, വിശുദ്ധ ഫൗസ്റ്റീന, വിശുദ്ധ പാതിരാപ്പിയോ, വിശുദ്ധ ജോൺ മരിയ വിയാനി, വിശുദ്ധ നിക്കോളാസ്, വിശുദ്ധ ജത്രൂദ്, മരിയാസിമ. ഇവരുടെ അടുത്തൊക്കെ അനേകം ശുദ്ധീകരണ ആത്മാക്കൾ വന്ന് പ്രാർത്ഥന ചോദിച്ച് സന്ദർശിച്ച് പോയിട്ടുള്ളവരാ. പ്രിയപ്പെട്ടവരെ, ഇവരിലൊക്കെ എന്നെ സ്പർശിച്ച ഒരു വിശുദ്ധയെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക. അത് മറ്റാരുമല്ല പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്ക് എന്ന് പറയുന്ന വിശുദ്ധയാണ്. ഈ വിശുദ്ധയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച പ്രകാരമാണ്. ദിവികാരുണ്യ ഈശോയുടെ തിരുനാൾ ദിവസം പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കാണുന്ന വിശുദ്ധ കാണുന്ന കാഴ്ച പ്രകാരമാണ്. ഒരാത്മാവ് അഗ്നിയാൽ ചുറ്റപ്പെട്ടുകൊണ്ട് ഈ കാണുന്ന വിശുദ്ധയുടെ മുമ്പിലേക്ക് ഓടി വന്നിരിക്കുക. വിശുദ്ധയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി ഇത് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് വന്നിരിക്കുന്ന ആത്മാവാണ് എന്നുള്ള കാര്യം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാണുന്ന വിശുദ്ധയോട് ഈ ആത്മാവ് പറയുവാണ്, എനിക്കിനി 3 മാസക്കാലം കൂടി ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടതായിട്ട് വരും. അതും ഇത്രമാത്രം പീഡ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ കഴിയുന്നത്. എന്നെ സഹായിക്കാനായിട്ട് അങ്ങൊന്ന് തയ്യാറാകാമോ? എനിക്ക് വേണ്ടി ഒന്ന് പരിഹാരം ചെയ്യാമോ? എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? എനിക്ക് വേണ്ടി ഒന്ന് പ്രാശ്ചിത്തം ചെയ്യാമോ? അപ്പോൾ ഈ കാണുന്ന വിശുദ്ധ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ ഇനിയും ഇത്രയും നാളും ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കാനുള്ള കാരണം? ഈ ആത്മാവ് പറയുന്നത് 3 കാരണങ്ങളാണ്. ഒന്നാമത് പറയുന്ന കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാതെ എൻ്റെ മാത്രം ഇഷ്ടം നിറവേറ്റി അതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും നാളും ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കാനുള്ള കാരണം. രണ്ടാമത് പറയുന്നു, ഞാൻ സഹോദര സ്നേഹത്തിലൊക്കെ ഒത്തിരിയേറെ പാളിച്ച പറ്റിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് ഇത്രയും നാളും കിടക്കാനുള്ള കാരണം. മൂന്നാമത് പറയുന്നു, എനിക്ക് സൃഷ്ട വസ്തുക്കളോട് സ്വാഭാവികമായിട്ടുള്ള താല്പര്യം കൂടിപ്പോയി, അതുകൊണ്ടാണ് ശുദ്ധീകരണ സ്ഥലത്ത് ഇത്രയും നാളും കിടക്കാനുള്ള കാരണം. എൻ്റെ പൊന്നു മക്കളെ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ ഇന്ന് വരെയുള്ള ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ്, ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഇഷ്ടമാണോ നിറവേറ്റിയത്, അതോ എൻ്റെ ദൈവത്തോട് ഞാൻ ആലോചന ചോദിച്ചോ? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് ഞാൻ പരിശ്രമിച്ചോ? ദൈവത്തോട് ഞാനൊന്ന് സംസാരിച്ചോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിക്കുന്നിടം വരെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാതെ നമ്മുടെ മാത്രം ഇഷ്ടം നിറവേറ്റി നമ്മൾ ജീവിച്ച അവസാനം മരിക്കുമ്പോൾ അനേകം നാളുകൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടതായിട്ട് വരുവാന്നേ. അതുപോലെ തന്നെയുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ, സഹോദര സ്നേഹത്തിൽ വിള്ളൽ വരുന്നത്. ഇന്ന് ഒത്തിരിയേറെ കുടുംബങ്ങളുണ്ട്. എന്താ പ്രശ്നം? എന്താ? അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്നേ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹബന്ധമില്ല. ഒന്ന് സ്നേഹത്തോടെ സംസാരിക്കാൻ പറ്റുന്നില്ല, സ്നേഹത്തോടെ പങ്കുവെക്കാൻ പറ്റുന്നില്ല, സ്നേഹത്തോടെ വിളമ്പിക്കൊടുക്കാൻ പറ്റുന്നില്ല, സ്നേഹത്തോടെ ചോദിക്കാൻ പറ്റുന്നില്ല, സ്നേഹത്തോടെ സംസാരിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, എവിടെയോ ഒരകലച്ച ഒരു യന്ത്രം പോലെ ഇങ്ങനെ കുടുംബം പോകുക. ഭാര്യയും ഭർത്താവും തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, സ്വന്തം സഹോദരങ്ങളുമായിട്ട്, അയൽവക്കക്കാരായിട്ട്, സ്നേഹബന്ധത്തിൽ എവിടെയൊക്കെയോ കുറെ അകലിച്ച പറ്റി ഈ കാലഘട്ടത്തിൻ്റെ കുടുംബങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയല്ലേ മക്കളെ? എന്താ സംഭവിക്കുന്നത്? ഈ പ്രകാരമുള്ള ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ അനേക നാളുകൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടതായിട്ട് വരുമെന്നാണ് ഈ വിശുദ്ധ നമ്മളോട് പറഞ്ഞു വെക്കുക. മൂന്നാമതായിട്ട് പ്രിയപ്പെട്ടവരെ, പ്രകൃതിയോടുള്ള, പ്രകൃതി വസ്തുക്കളോടുള്ള സ്വാഭാവികമായിട്ടും അല്ലാതെയുമുള്ള അമിതമായ താല്പര്യം. നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു വിപത്തായി അത് മാറിയിരിക്കുക.
ലോകാരൂപി. എന്തോരം കിട്ടിയാലും മതിയാവില്ല. എത്ര വസ്ത്രമുണ്ടെങ്കിലും പോരാ, എത്ര പണമുണ്ടെങ്കിലും പോരാ, എത്ര ചെരുപ്പുണ്ടെങ്കിലും പോരാ, എത്ര സ്വർണമുണ്ടെങ്കിലും പോരാ, എത്ര സൗന്ദര്യ വസ്തുക്കളുണ്ടെങ്കിലും പോരാ, എന്തുമാത്രം സമ്പാദിച്ചാലും പോരാ, എന്തുമാത്രം ഭക്ഷണം കഴിച്ചാലും പോരാ. പ്രിയപ്പെട്ടവരെ, ലോകാരൂപിയും ഭക്ഷണാസക്തിയും ഈ കാലഘട്ടത്തിന്റെ ജനങ്ങളെ പിടികൂടിയിരിക്കുന്ന രണ്ട് ശക്തമായ തിന്മകളാ. എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ ബന്ധനത്തിൽ കഴിയുന്ന ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് ഇതിന്റെ ഫലമായിട്ട് അനേകം നാളുകൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടതായിട്ട് വരുവാ. വലിയ പാപങ്ങളൊന്നും അല്ല മക്കളെ, ഇങ്ങനെയുള്ള പാപം മതി അനേക നാളുകൾ ചില ആത്മാക്കൾക്ക് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടതായിട്ട് വരാൻ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മഹാനായ വിശുദ്ധ ആൽബ്രട്ട് പറയുന്ന കാര്യപ്രകാരമാണ്, നിസ്സാരമെന്ന് മനുഷ്യൻ കരുതുന്ന പാപങ്ങളും അവയുടെ കടങ്ങളും പൊറുക്കപ്പെടാത്തിടത്തോളം കാലം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റില്ല. നോക്കണം പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നിസ്സാരമായിട്ട് കാണുന്ന ചില കാര്യമുണ്ട്. നമ്മൾ എന്നിട്ട് ന്യായീകരണം പറയുന്നത് എന്താ? ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, ഇതൊരു തമാശയല്ലേ, ഇതൊക്കെ ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കാനുണ്ടോ? ഇതൊക്കെ ദൈവം പരിഗണിക്കോ? ദൈവം കാരുണ്യവാനല്ല മക്കളെ. വിശുദ്ധര് പറയുന്ന കാര്യപ്രകാരമാണ്, നിസ്സാരമാണെന്ന് നീ കരുതുന്ന പല പാപങ്ങളും നിനക്ക് സ്വർഗത്തിലെത്തിച്ചേരാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുവാണെന്ന്. അതുകൊണ്ടാണ് മിസ്റ്റർ പീറ്റർ ഡാമിയന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മുടെയൊക്കെ നെഞ്ച് തകർന്നു പോകുന്ന ഭയപ്പാടുണ്ടാകുന്ന ഒരു കാര്യം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പറയുവാണ്, അദ്ദേഹത്തിൻ്റെ സഹോദരി ഒരു തിന്മ നിറഞ്ഞ ഒരു പാട്ട് കേൾക്കുവാനും അതിൽ സന്തോഷിക്കാനും ഒരു പ്രാവശ്യം നോക്കി. അതിനുശേഷം ആ കാണുന്ന വ്യക്തി ജീവിച്ചിരുന്ന സമയത്ത് അതിനുവേണ്ടി അനുതപിക്കുകയോ പരിഹാരം ചെയ്യുകയോ ചെയ്തില്ല. എന്ത് പറ്റി? ഈ പീറ്റർ ഡാമിയൻ പറയുവാണ്, ആ ഒരൊറ്റ കാരണത്തിന്റെ ഫലമായിട്ട് അനേക വർഷക്കാലം ശുദ്ധീകരണ സ്ഥലത്ത് ഈ ആത്മാവിന് കിടക്കേണ്ടതായിട്ട് വന്നു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കി. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എന്തുമാത്രം കാര്യങ്ങളാ കണ്ടേക്കണേ, എന്തുമാത്രം കാര്യങ്ങളാ പറഞ്ഞേക്കണേ, എന്തുമാത്രം കാര്യങ്ങളാ ചെയ്തു കൂട്ടിയേക്കണേ. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്ന, പങ്കുവെക്കുന്ന നമ്മളെയൊക്കെ നടുക്കി കളയുന്ന ചില കാര്യമുണ്ട്. അദ്ദേഹം ഇപ്രകാരമാണ് പറയുന്നത്, നിസ്സാര തെറ്റുകൾക്ക് പരിഹാരം ചെയ്യാതെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യാതെ, ഇതൊന്നും കുഴപ്പമില്ല, ഇതൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിച്ച ചില തെറ്റുകളുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യാതെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ അതിനെ ഓർത്ത് പിറുപിറുത്തിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യാതെ, ദൈവത്തിൻ്റെ കൃപകളെ എപ്പോഴെങ്കിലും അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യാതെ, ചെറിയ ചെറിയ ഉതപ്പുകൾ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യാതെ, നന്മ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തി നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നിട്ട് നന്മ ചെയ്യാതിരുന്ന ആ ഒരു അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യാതെ ആത്മാക്കൾക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചേ പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ എന്താ തമാശ, ഒരു പേരിട്ടേക്കുവാ പാപത്തിന്, തമാശ. പിന്നെ രണ്ടാമത് പേരിട്ടേക്കുവാ കരുണ. ദൈവം കാരുണ്യവാന. ഇതൊക്കെ അച്ഛന്മാര് തെറ്റിദ്ധരിപ്പിക്കുന്ന ജനത്തെ. അച്ഛൻ പഠിപ്പിക്കുന്ന നല്ല മക്കളെ. വിശുദ്ധർ ജോൺ മരിയ വിയാനി പങ്കുവെച്ചേക്കണ കാര്യ, നീ പറയുന്ന ഓരോ വാക്കിനും വിധി ദിവസത്തിൽ ദൈവത്തിന്റെ സന്നദ്ധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അന്തോണീനൂസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട്. അദ്ദേഹം പങ്കുവെക്കുന്ന കാര്യം അതിനേക്കാൾ നമ്മളെ നടുക്കിക്കളയുന്നതാ. അദ്ദേഹം പങ്കുവെക്കുന്ന കാര്യപ്രകാരമാണ്, ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ ആത്മാക്കളെ രക്ഷിക്കാൻ പരിശ്രമിക്കുന്നില്ലെങ്കിൽ ഈ ജീവിച്ചിരിക്കുന്ന വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ഈ ഒരൊറ്റ കാരണം കൊണ്ട് അനേക നാളുകൾ, അനേക മാസക്കാലം ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടി വരുമെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്കും പൂർവികർക്കും ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ മക്കളെ, അനേക വർഷക്കാലം ആ കാരണത്താൽ ചെയ്യേണ്ട നന്മ പ്രവൃത്തി ചെയ്യാത്തത് കൊണ്ട്
അനേക വർഷക്കാലം ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടതായിട്ട് വരും. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പാതിരാ പിയോ പറയുന്ന അതിനേക്കാൾ നമ്മൾ വിലപിടിപ്പുള്ള ഒരു കാര്യമുണ്ട്. അദ്ദേഹം പങ്കുവെക്കുന്ന കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന, നേരത്തെ അവിടെ നോവിഷ്യേറ്റ് നടത്തിക്കൊണ്ടിരുന്ന ആ സമയത്ത്, അദ്ദേഹം ആയിരിക്കുന്ന ആശ്രമത്തിൽ നോവിഷ്യേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വൈദിക വിദ്യാർത്ഥി, ആ വൈദിക വിദ്യാർത്ഥി പരിശുദ്ധമായ ബലിപീഠത്തിൻ്റെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച സമയത്ത് കൊടുക്കേണ്ട ആദരവ്, ദീപികാരുണ്യ ഈശോയ്ക്ക് കൊടുക്കാത്തതിൻ്റെ ഫലമായിട്ട് അനേക നാളുകൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടതായിട്ട് വന്നു എന്ന് പതിരോപ്പിയ പിന്നീട് പറയുന്ന ഒരു കാര്യമുണ്ട്. വേറെ 2 സന്യാസികള് സഭയുടെ നിയമങ്ങള് കൃത്യമായിട്ട് പാലിക്കാത്തതിൻ്റെ ഫലമായിട്ട് അനേക നാളുകള് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടതായിട്ട് വന്നു എന്ന് വിശുദ്ധ പാതിരാ പിയോ പറയുന്ന മറ്റൊരു കാര്യപ്രകാരമാണ്. സാക്രിസ്യവുമായി ബന്ധപ്പെട്ട്, അൾത്താരയുമായി ബന്ധപ്പെട്ട് തിരിക്കാലുകള് അതൊക്കെ കൊണ്ടുപോയിച്ച് അത് ക്ലീൻ ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു ബ്രദർ, അതിന് കൊടുക്കേണ്ട ആദരവ് അത് ചെയ്യേണ്ട പോലെ ചെയ്യാതെ അവിടെ നിരുത്സാഹത കാണിച്ച് ചെയ്തതിൻ്റെ ഫലമായിട്ടും ശുദ്ധീകരണ സ്ഥലത്ത് അനേക നാളുകൾ ഇവർക്ക് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആത്മാക്കൾക്ക് കഴിയേണ്ടതായിട്ട് വന്നു എന്നുള്ള കാര്യം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ചിന്തിക്കണം. നമ്മളൊക്കെ ദേവാലയത്തിൽ പോയി ദേവാലയത്തിൻ്റെ പുറത്ത് നിന്ന് പരിശുദ്ധ ബലിയിൽ പങ്കുചേരുവാണെങ്കിൽ മക്കളെ, ഈ കാണുന്ന മരണശേഷം ഒരു സമയമുണ്ട്. ദേവാലയത്തിൽ മക്കൾക്ക് കളിക്കാനുള്ള അവസരമാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ മക്കളെ, മരണശേഷം ഒരു സമയമുണ്ട്. ദേവാലയത്തിന് കൊടുക്കേണ്ട ആദരവ്, സക്രാരിൽ ഇരിക്കുന്ന ഈശോയ്ക്ക് കൊടുക്കേണ്ട ആദരവ്, ദേവാലയത്തിലെ വിശുദ്ധർക്ക്, വിശുദ്ധ രൂപങ്ങൾക്ക് കൊടുക്കേണ്ട ആദരവ്, നമ്മുടെ കയ്യിലിരിക്കുന്ന ജപമാലയ്ക്ക് കൊടുക്കേണ്ട ഒരു ആദരവ്, നമ്മുടെ കുടുംബത്തിലെ വെഞ്ചരിച്ച രൂപത്തിന് കൊടുക്കേണ്ട ഒരു ആദരവ്, നമ്മുടെ കുടുംബത്തിലെ പരിശുദ്ധ ബൈബിളിന് കൊടുക്കേണ്ട ഒരു ആദരവ്, മക്കളെ, ഇത് കൊടുക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഫലമായിട്ടും അനേക നാളുകൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടതായിട്ട് വരുമെന്ന വിശുദ്ധ പാതിരാ പിയോ വ്യക്തമായിട്ട് ജനത്തെ പഠിപ്പിക്കുന്നേ. ഈ ഒരു അവസ്ഥയിൽ നിന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, മക്കളെ, നമുക്ക് ശുദ്ധീകരണ സ്ഥലം കൂടാതെ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? കേൾക്കണം, നമുക്ക് ശുദ്ധീകരണ സ്ഥലം കൂടാതെ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? പ്രിയപ്പെട്ട മക്കളെ, പൂർണ്ണ സ്നേഹം, പൂർണ്ണ വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഒരാത്മാവിന് നേരെ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ ഓഫ് ദി ക്രോസ് എന്ന് പറയുന്ന വിശുദ്ധൻ, അദ്ദേഹം ഇതിനെക്കുറിച്ച് പങ്കുവെക്കുന്ന കാര്യപ്രകാരമാണ്, പൂർണ്ണ സ്നേഹം നേടിയെടുക്കുന്ന ആത്മാക്കൾ വളരെ ചുരുക്കമാണ്. വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്ന കാര്യപ്രകാരമാണ്, ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കുന്ന ആത്മാക്കൾ വളരെ കുറച്ചു മാത്രമാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി പങ്കുവെക്കുന്ന കാര്യപ്രകാരമാണ്, തെരഞ്ഞെടുക്കപ്പെട്ട വളരെ കുറച്ചു പേർ മാത്രമേ ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാനായിട്ട് പറ്റൂ. വിശുദ്ധ ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുന്ന കാര്യമാണ്, മരണശേഷം നേരെ സ്വർഗത്തിലേക്ക് പോകുന്നത് മനുഷ്യ ജീവിതത്തിൽ അസാധാരണമായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ചുരുക്കത്തിൽ ഇത്രയും മനസ്സിലാക്കണം, ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കിക്കൊണ്ട് നേരെ സ്വർഗത്തിൽ പോകുക എന്ന് പറയുന്നത് വളരെ വിരളമാണ്, അസാധാരണമാണ്, വളരെ കുറച്ചു മാത്രം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. പക്ഷേ യേശു ക്രിസ്തു ഒരാൾ പോലും ശുദ്ധീകരണ സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് എവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? സ്വർഗത്തിൽ എത്തണമെന്ന. ഈശോ നമ്മളൊക്കെ സ്വർഗത്തിൽ എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മക്കളെ, നമ്മുടെ കടമ, നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്ത് എത്താൻ വേണ്ടിയല്ല പ്രയത്നിക്കേണ്ട, മറിച്ച് സ്വർഗത്തിലെത്താൻ വേണ്ടിയാണ് ഇനിയുള്ള ജീവിതം നമ്മൾ അധ്വാനിക്കേണ്ടേ, പ്രയത്നിക്കേണ്ടേ. എങ്ങനെയാ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് നേരെ ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കിക്കൊണ്ട് സ്വർഗത്തിൽ എത്താനായിട്ട് പറ്റുക? അതിന് പ്രധാനമായിട്ടും 15 കാര്യങ്ങളാണ് അച്ഛൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധയോടെ ഇരിക്കണം. 15 മേഖല. ഒന്നാമത്തെ മേഖല ശ്രദ്ധിക്കണം മക്കളെ. ഒന്നാമത്തെ മേഖല എന്ന് വെച്ചാൽ പാപം നമ്മുടെ ജീവിതത്തിൽ നിന്നും നീക്കുക എന്നതാ. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഏതാണ് പാപം മനുഷ്യ ജീവിതത്തിൽ? ഒന്ന്, ഉത്ഭവപാപം.
ഈ ഉത്ഭവ പാപത്തിൽ നിന്നും 3 പാപവേരുകൾ വരുന്നുണ്ട്. കണ്ണിന്റെ ദുരാശ, ജഡത്തിന്റെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത. ഈ 3 പാപവേരിൽ നിന്നും പൊട്ടിമുളയ്ക്കുന്ന അടുത്തതാണ് 7 മൂലപാപങ്ങൾ. ഈ 7 മൂലപാപങ്ങളിൽ നിന്നും മുളയ്ക്കുന്നതാണ് 10 പ്രമാണ ലംഘനങ്ങൾ. അവിടെ നിന്നും വരുന്നതാണ് 5 തിരുസഭയുടെ കൽപ്പന 5-നെതിരെ ചെയ്യുന്ന പാപങ്ങൾ, കാരുണ്യ പ്രവർത്തികൾ 14-നെതിരെ ചെയ്യുന്ന പാപങ്ങൾ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന പാപങ്ങൾ, പ്രതികാരം ആവശ്യപ്പെടുന്ന പാപങ്ങൾ, ദൈവഹിതത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങൾ, ദൈവവചനത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങൾ, ഉപവിക്കെതിരായി ചെയ്യുന്ന പാപങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇതാണ് മനുഷ്യ ജീവിതത്തിൽ വരുന്ന ഒരു പാപകരമായ ലിസ്റ്റ് അല്ലെങ്കിൽ പാപത്തിൻ്റെ മേഖല എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിനെ നമ്മൾ 3 ചുരുക്കുവാണെങ്കിൽ മാരക പാപം, ലഘുപാപം, ഗൗരവമായിട്ടുള്ള പാപം. പ്രിയപ്പെട്ടവരെ, പാപം വരുന്ന വഴികൾ ഏതാണെന്ന് ചോദിച്ചാൽ വിചാരം, വാക്ക്, പ്രവൃത്തി, ഉപേക്ഷ. എവിടെയൊക്കെയാണ് പാപം വരുന്നതെന്ന് ചോദിച്ചാൽ ശരീരം, മനസ്സ്, ആത്മാവ് അല്ലെങ്കിൽ ഹൃദയം, പഞ്ചേന്ദ്രിയം. പ്രിയപ്പെട്ടവരെ, ഈ മേഖലയിലെല്ലാം കിടക്കുന്ന പാപത്തെ ഒരു വ്യക്തി ശുദ്ധീകരിച്ച് നീക്കിയാൽ മാത്രമേ ആ വ്യക്തിക്ക് ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കി സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന പാപമേഖലകളെ അല്ലെങ്കിൽ ഈ പാപത്തെ നീക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന 5 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് ആത്മശോധന. പ്രഭാതം തൊട്ട് ഉറങ്ങുന്നിടം വരെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ടെത്തണം. നമ്മുടെ വിചാരത്തിൽ, നമ്മുടെ വാക്കിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ഉപേക്ഷയിലൊക്കെ നമുക്ക് എന്തുമാത്രം തെറ്റുകൾ സംഭവിച്ചു, എവിടെയൊക്കെ കുറച്ചും കൂടി നമുക്ക് പെർഫെക്ഷൻ ആക്കാൻ പറ്റും. ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പ്രിയപ്പെട്ടവരെ, 100 പ്രവൃത്തി ചെയ്തു എന്നിരിക്കട്ടെ, 100 പ്രവൃത്തിയിൽ 80 പ്രവൃത്തി തെറ്റാണ്, കുറവാണ് എന്ന് ചിന്തിക്ക്. മക്കളെ, ഒറ്റ ദിവസം കൊണ്ട് 80 കാര്യങ്ങൾ തുടച്ചു മാറ്റാൻ നോക്കിയാൽ നടക്കില്ല. മറിച്ച് ഒരു കാര്യം ഒരു ദിവസം എടുക്ക്, ഒരു പാപം ഒരു ദിവസം എടുക്ക്. ആ പാപം നമ്മുടെ ജീവിതത്തിൽ ഇനി എന്നേക്കുമായിട്ട് ചെയ്യില്ല എന്ന തീരുമാനമെടുത്ത് യേശുവിൻ്റെ നാമത്തിൽ ഉപേക്ഷിച്ച് യേശുവിൻ്റെ രക്തത്താൽ ആ സ്ഥലം, ആ പാപമേഖല കഴുകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് ജീവിതത്തിൽ ചെയ്യാതിരിക്കുക. 2-ാം ദിവസം മറ്റൊരു പാപം എടുക്കുക. പ്രിയപ്പെട്ട മക്കളെ, അപ്രകാരം 30 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 90 ദിവസം കൊണ്ട് നമുക്ക് ഏകദേശം 90 അല്ലെങ്കിൽ 100 പാപങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റും. മക്കളെ മനസ്സിലാക്കണം, ഒരു വ്യക്തി ബോധ്യത്തോടും അറിവോടും കൂടി 100 പാപങ്ങൾ തൻ്റെ ജീവിതത്തിൽ നിന്നും നീക്കിയാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ശുദ്ധീകരണം സംഭവിച്ചിരിക്കും. ആ വ്യക്തിയുടെ ആത്മാവ് സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള എല്ലാ ഒരുക്കത്തിലേക്ക് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പാപം ഉപേക്ഷിക്കണമെങ്കിൽ ആത്മശോധന നടത്തി ഓരോ ദിവസവും ഓരോ പാപം ഉപേക്ഷിക്കണം. 2-ാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, പാപങ്ങൾ ഉപേക്ഷിക്കണമെങ്കിൽ കൃപ ആവശ്യമാണ്. കൃപ കിട്ടുന്ന 4 വഴികൾ: 1 പരിശുദ്ധ കുർബാന അല്ലെങ്കിൽ കുദാശ, 2 പ്രാർത്ഥന, 3 ഉപവാസം, 4 പ്രിയപ്പെട്ട ദൈവമക്കളെ വചനം. ഈ 4 മേഖല നമ്മുടെ ജീവിതത്തെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ പാപത്തെ വർജിക്കാൻ, പാപത്തെ ഉപേക്ഷിക്കാനുള്ള കൃപ നമുക്ക് കിട്ടുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 3-ാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പുണ്യജീവിതത്തിലേക്ക് വളരാൻ തടസ്സമുണ്ടാക്കുന്ന ലഘുപാപത്തെയും ഉപേക്ഷയാലുള്ള പാപത്തെയും നമ്മൾ മാറ്റണം എന്നുള്ള കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. എന്താണ് ലഘുപാപം അല്ലെങ്കിൽ ലഘുപാപത്തിൽ വരുന്ന പ്രശ്നം എന്താ? പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ ഒരു മാരകമായ ഒരു മോഷണം നടന്നാൽ നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റു പറയും. എന്നാൽ ഒരു ചെറിയ നുണ പറഞ്ഞാൽ നമ്മൾ പറയുമോ? പലപ്പോഴുമില്ല. പക്ഷെ നിങ്ങൾ ചിന്തിച്ച്, മോഷണവും നുണയും നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിലെത്താൻ തടസ്സമാണ്. വ്യഭിചാരം ചെയ്തവൻ കുമ്പസാരത്തിൽ ഏറ്റു പറയും. മനസ്സിൽ ആസക്തിയോടുകൂടി സ്ത്രീയെ നോക്കിയവൻ അവൻ ഏറ്റു പറയാറില്ല. പക്ഷെ ഇത് രണ്ടും സ്വർഗത്തിലെത്താൻ തടസ്സമാ. കൊലപാതകം ചെയ്തവൻ കുമ്പസാരത്തിൽ ഏറ്റു പറയും, മനസ്സിൽ വെറുപ്പുള്ളവൻ പറയില്ല. രണ്ടും തുല്യമാ. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, ചെയ്യുന്ന പ്രവൃത്തി പാപമാകുന്നത് പോലെ തന്നെ നമ്മുടെ മനോഭാവത്തിൽ,
നമ്മുടെ ഭാവനയിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ആലോചനയിൽ എത്രമാത്രം പാപമുണ്ടായോ അത് ഗൗരവമായിട്ടുള്ളതാണെങ്കിൽ മക്കളെ, അതും കൂടി ഏറ്റു പറയുമ്പോഴേ പൂർണ്ണ വിശുദ്ധീകരണം സംഭവിക്കുകയുള്ളൂ. നമ്മളൊരു പാപം ചെയ്യാൻ തീരുമാനമെടുത്തിട്ട് ഏതെങ്കിലും വ്യക്തി വഴിയോ ഏതെങ്കിലും സാഹചര്യം വഴിയോ ആ പാപം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, അതും കൂടി നമ്മൾ ഏറ്റു പറഞ്ഞാലേ പൂർണ്ണ വിശുദ്ധീകരണം സംഭവിക്കുള്ളൂ. നമുക്ക് സ്വർഗത്തിൽ നേരെ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ മക്കളെ, നമ്മുടെ ലഘുപാപങ്ങളാകട്ടെ, ഉപേക്ഷ ചെയ്യാനുള്ള പാപങ്ങളാകട്ടെ മാറ്റണം. നാലാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ബലഹീനതയാണ്, അറിവില്ലായ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവമക്കൾ ചില പാപങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ടെങ്കിൽ ആ മേഖല ഉപേക്ഷിക്കണം. കാരണം ബലഹീനതയെ മറികടക്കാനുള്ള കൃപ ദൈവം തരുന്നുണ്ട്, ദൈവിക വെളിച്ചം തരുന്നുണ്ട്, ദൈവിക ബലം തരുന്നുണ്ട്, ദൈവിക ശക്തി തരുന്നുണ്ട്, ദൈവിക ജ്ഞാനം തരുന്നുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് മക്കളെ, നമ്മൾ പാപത്തെ മാറ്റിയാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും സ്വർഗത്തിൽ നേരെ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അഞ്ചാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ എപ്പോഴും ഈശോയോട് സംസാരിക്കുക, ഈശോയെ ഒത്തിരി സ്നേഹിക്കുക, ഈശോയുടെ കൈ പിടിച്ച് നടക്കുക. നിങ്ങൾ ഇരിക്കുമ്പോൾ ഈശോയുടെ അടുത്തിരിക്കണം, നടക്കുമ്പോൾ ഈശോയുടെ കൈ പിടിച്ച് നടക്കണം, നിങ്ങൾ കിടക്കുമ്പോൾ ഈശോയെ ചേർത്ത് പിടിച്ച് കിടക്കണം. നിങ്ങളെപ്പോഴും ഈശോയോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. ഈശോയെ വേദനിപ്പിക്കാതെ നമ്മൾ ജീവിക്കണം. മക്കളെ, ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ പാപത്തെ ഉപേക്ഷിക്കും, പൂർണ്ണതയിലേക്ക് വളരാൻ തുടങ്ങും. അതിലൂടെ നമുക്ക് നേരിട്ട് സ്വർഗത്തിൽ എത്താനായിട്ട് പറ്റും. വിശ്വസിക്കുന്നെങ്കിൽ എല്ലാ മക്കളും ഒരുമിച്ചൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, പരിഹാരവും പ്രായശ്ചിത്തവും ജീവിതത്തിൽ ചെയ്യണം. കുംഭസാരത്തിലൂടെ പാപക്ഷമ കിട്ടിയിട്ടുള്ള ഏതൊക്കെ പാപങ്ങളുണ്ടോ ആ പാപത്തിന് പരിഹാരം പ്രായശ്ചിത്തം ചെയ്ത് വിശുദ്ധീകരിച്ചാൽ മാത്രമേ ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കി സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ടല്ലേ വിശുദ്ധരൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും ഉപവാസത്തിലൂടെയും ജാഗരണത്തിലൂടെയും ദാനധർമ്മത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പരിഹാരത്തിലൂടെയും തങ്ങളുടെ ആത്മാവിനെ എപ്പോഴും പരിശുദ്ധീകരിച്ചു വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കാൻ കാരണം അവർക്ക് നേരെ സ്വർഗത്തിൽ പോകാൻ കൊതിച്ചതുകൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എപ്രകാരമാ നമ്മുടെ ജീവിതത്തിലുള്ള കാലിക ശിക്ഷയ്ക്ക് പരിഹാരം ചെയ്യാൻ പറ്റുക? പ്രധാനമായിട്ടും 7 തരത്തിലാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ബലി പരിഹാരമായിട്ട് അർപ്പിച്ച് കാഴ്ചവെക്ക്. 2, പ്രാർത്ഥനകൾ പരിഹാരമായിട്ട് ചൊല്ലി കാഴ്ചവെക്ക്. ആ പ്രാർത്ഥന എന്ന് വെച്ചാൽ ഒന്ന് വില കൊടുത്തുള്ള പ്രാർത്ഥന, ത്യാഗമെടുത്തുള്ള പ്രാർത്ഥന, സഹനമേറ്റെടുത്തുള്ള പ്രാർത്ഥനകൾ ചൊല്ലി അത് പരിഹാരമായിട്ട്, കാലിക ശിക്ഷയ്ക്ക് പരിഹാരമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കള് കാഴ്ചവെക്ക്. മൂന്നാമതായിട്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന അധ്വാനങ്ങൾ മുഴുവനും നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് കാഴ്ചവെക്ക്. നാലാമതായിട്ട്, നമ്മുടെ ജീവിതത്തിലെ വേദനകള്, വിഷമങ്ങള്, സങ്കടങ്ങള്, ദുഃഖങ്ങളൊക്കെ അത് പിറുപിറുപ്പ് കൂടാതെ, പഴിചാരാതെ, വിധിക്കാതെ, കുറ്റപ്പെടുത്താതെ അത് നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് കാഴ്ചവെക്ക്. അതുപോലെ 6ാമതായിട്ട്, പരിത്യാഗങ്ങൾ എടുത്ത് അത് കാഴ്ചവെക്ക്. 7ാമതായിട്ട്, ആത്മനിയന്ത്രണം, ഉപവാസം എടുത്തുകൊണ്ട് അത് കാഴ്ചവെക്ക്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴാണ് ആ മേഖലയിലെ പാപത്തിൻ്റെ കടം, താൽക്കാലിക ശിക്ഷയിൽ നിന്നും പരിപൂർണമായ വിടുതൽ കിട്ടുക. ഈ നമ്മുടെ ജീവിതത്തിലുണ്ടായ എല്ലാ പാപത്തിൻ്റെ കടങ്ങളും താൽക്കാലിക ശിക്ഷകളും പൂർണ്ണമായിട്ട് മാറ്റിയാൽ മാത്രമേ നമുക്ക് ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കിക്കൊണ്ട് നേരെ സ്വർഗത്തിലെത്താൻ സാധ്യമാകൂ. 1, പാപം ഉപേക്ഷിക്കുക. 2, പരിഹാരം ചെയ്ത് കാലിക ശിക്ഷ എടുത്തു മാറ്റുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്രകാരം ചിന്തിച്ചേ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പരിഹാര കാര്യങ്ങളല്ലേ ജോലികൾ ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നത്, എന്നിട്ട് കാഴ്ചവെക്കണം. 2, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് കാഴ്ചവെക്കണം. 3, സ്നേഹത്തോടും ദയോടും കൂടെ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് ചെയ്യണം, എന്നിട്ട് കാഴ്ചവെക്കണം. 4, സാധിക്കുന്ന പോലെ ദാനധർമ്മം ചെയ്യുക മാത്രമല്ല, എന്നിട്ടത് കാഴ്ചവെക്കണം. 5, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു ക്രമമുണ്ടാക്കി, ഒരു ചിട്ടയുണ്ടാക്കി അത് പാലിച്ചുകൊണ്ട് അത് കാഴ്ചവെക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്കിഷ്ടമല്ലാത്തത് മറ്റുള്ളവർ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ പിറുപിറുപ്പ് കൂടാതെ, പരാതിപ്പെടാതെ അത് സ്നേഹത്തോടെ സ്വീകരിച്ച് ചെയ്യുക.
മറ്റൊന്ന്, മറ്റുള്ളവർക്ക് ചെയ്യാവുന്ന സഹായം നിരസിക്കാതിരിക്കുക, അത് ചെയ്തിട്ട് അത് കാഴ്ചവെക്കുക. അതുപോലെ മറ്റുള്ളവരെ കുറിച്ച് പരാതിപ്പെടാതിരിക്കുക. മക്കളെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് അത് കാഴ്ചവെക്കണം. അതിൽ പരിപൂർണമായി വിടുതൽ കിട്ടുമ്പോഴാണ് നമ്മുടെ ആത്മാവ് നേരെ സ്വർഗത്തിൽ പോകുള്ളൂ. മൂന്നാമത്തെ കാര്യം, ക്രമരാഹിത്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിക്കണം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുക. ക്രമരാഹിത്യമില്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളത് പരിഹരിക്കണം. ക്രമരാഹിത്യം എന്ന് പറഞ്ഞാൽ മക്കളെ, നമ്മൾ ഈ ജീവിതത്തിൽ ആർക്കെങ്കിലും നഷ്ടം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ, ആ നഷ്ടം അതിനുശേഷം നികത്തണം. നമ്മൾ നുണ പറഞ്ഞ് ഒരു വ്യക്തിയെ ചതിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സത്യം പറഞ്ഞ് ആ വ്യക്തിയെ അതിൽ നിന്ന് രക്ഷിക്കണം, കുമ്പസാരിക്കണം. നമ്മൾ ആരെയെങ്കിലും മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കുമ്പസാരിച്ചാൽ മാത്രം പോരാ, കുമ്പസാരത്തോടൊപ്പം മുറിവുണക്കണം. നമ്മൾ ആരുടെയെങ്കിലും സൽപ്പേര് കളഞ്ഞിട്ടുണ്ടെങ്കിൽ കുമ്പസാരിച്ചാൽ മാത്രം പോരാ, ആ സൽപ്പേര് തിരിച്ചു കൊടുക്കണം. നമ്മൾ എന്തെങ്കിലും മോഷ്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് കുമ്പസാരിച്ചാൽ മാത്രം പോരാ, മോഷ്ടിച്ച കാര്യം തിരിച്ചു കൊടുക്കണം. ഏതെങ്കിലും ബന്ധങ്ങളിൽ തകർച്ചയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മക്കളെ, കുമ്പസാരിച്ചാൽ മാത്രം പോരാ, ആ കാണുന്ന കാര്യം, ആ ബന്ധം കൂട്ടിയോജിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കൊലപാതകം പോലുള്ള ഭ്രൂണഹത്യ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ മക്കളെ, നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. മറിച്ച് തക്കതായ പരിഹാരം ചെയ്തുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് യാചിക്കണം. ഇപ്രകാരം നമ്മൾ ക്രമരാഹിത്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്താൽ മാത്രമാണ് നമുക്ക് നേരെ ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കി സ്വർഗത്തിൽ പോകാൻ സാധ്യമാകൂ. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നാലാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, സഹനം. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് നമുക്കറിയാം, സഹനത്തിന്റെ തീച്ചുളയുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെയുള്ള ആത്മാക്കള് പിറുപിറുത്തോ പടിചാരിയോ വിധിച്ചോ അല്ല ആ സഹനം സ്വീകരിക്കുന്ന, മറിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുക. എന്തിനു വേണ്ടി? തങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനായിട്ട്, എന്നിട്ട് സ്വർഗത്തിൽ ചേരാനായിട്ട് അവർ സന്തോഷത്തോടുകൂടി ആ സഹനം സ്വീകരിച്ച് അവർ ശുദ്ധീകരിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഇപ്രകാരമാ പറഞ്ഞു വെക്കുന്നത്, ഈ ലോകത്തില് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ നിധിയാണ് യഥാർത്ഥത്തിൽ സഹനം. കാരണം സഹനത്തിലൂടെ മാത്രമേ ഒരാത്മാവിന് രക്ഷ പ്രാപിക്കാനായിട്ട് സാധ്യമാകൂ. എപ്രകാരമാണ് സഹനം സ്വീകരിക്കേണ്ടത് എന്ന് വിശുദ്ധ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവൾ പറഞ്ഞു വെക്കുന്ന കാര്യം ഇപ്രകാരമാണ്: സന്തോഷത്തോടെ സ്വീകരിക്കണം, ക്ഷമയോടെ സ്വീകരിക്കണം, ശാന്തതയോടെ സ്വീകരിക്കണം, സ്നേഹത്തോടെ സ്വീകരിക്കണം. ഇപ്രകാരം സഹനം സ്വീകരിച്ച് നമ്മുടെ ആത്മാവിലെ പാപത്തിൻ്റെ കടങ്ങൾ പൊറുക്കാനായിട്ട്, കറ മാറ്റപ്പെടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മേഖലയിൽ പരിപൂർണമായിട്ടുള്ള വിശുദ്ധീകരണം വരുന്നു. എന്നിട്ട് അവൾ ചേർത്ത് പറയുന്ന കാര്യം ഇപ്രകാരമാണ്: എന്നാൽ നീരസത്തോടുകൂടി, ഭയത്തോടുകൂടി, നിരാശയോടുകൂടി, ദുഃഖത്തോടുകൂടി, ആവലാതിയും പരിഭവത്തോടുകൂടിയാണ് സഹനം സ്വീകരിക്കുന്നതെങ്കിൽ ആ സഹനത്തിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കൃപ നമ്മൾ നഷ്ടപ്പെടുത്തുവാണ് എന്ന്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അവൾ പറയുന്ന കാര്യം ഇപ്രകാരം കൂടിയാ. നമ്മളെയൊക്കെ സഹനത്തിൽ ഒത്തിരിയേറെ പാപമേഖലകൾ കിടപ്പുണ്ട്, അല്ലെങ്കിൽ പാപത്തിൻ്റെതായ സ്വഭാവങ്ങൾ കിടപ്പുണ്ട്. അതുകൊണ്ട് അവൾ പങ്കുവെക്കുന്ന കാര്യപ്രകാരമാണ്: നമ്മുടെ സഹനം നേരിട്ടല്ല സമർപ്പിക്കേണ്ട പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് സമർപ്പിക്കണം. യേശുക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ പാപത്തിന് പരിഹാരമായി, കറകളുടെ മോചനത്തിനായിട്ട് നമ്മൾ അത് കാഴ്ചവെക്കുമ്പോൾ ആത്മാവ് പൂർണ്ണമായ ശുദ്ധീകരണത്തിലേക്ക് വരുവാ. അതിലൂടെ നമുക്ക് നേരിട്ട് സ്വർഗപ്രാപ്തി, സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുമെന്ന വിശുദ്ധ കൊച്രേസ്യ, വിശുദ്ധ ഫൗസ്റ്റീന നമ്മളെ പഠിപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ, നമ്മളെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോൾ ഒരു സഹനമുണ്ടാകുന്നുണ്ട്. അത് സ്നേഹത്തോടെ സ്വീകരിക്കണം. നമ്മളെ അപമാനിക്കുമ്പോൾ നമുക്കൊരു സഹനമുണ്ടാകുന്നുണ്ട്. അത് സ്നേഹത്തോടെ സ്വീകരിക്കണം. നമുക്ക് ദുഷ്പ്രേര് കിട്ടുമ്പോൾ നമുക്കൊത്തിരി സഹനമുണ്ടാകുന്നുണ്ട്. അത് സ്നേഹത്തോടെ സ്വീകരിച്ച് കാഴ്ചവെക്കണം.
ശാരീരികമായിട്ടുള്ള വേദനകൾ സ്നേഹത്തോടെ സ്വീകരിച്ച് കാഴ്ചവെക്കണം. ഏകാന്തത വരുമ്പോൾ അത് സ്നേഹത്തോടെ സ്വീകരിച്ച് കാഴ്ചവെക്കണം. തെറ്റ് ചെയ്യാത്ത കുറ്റക്കാരനായിട്ട് നമ്മളെ വിധിക്കുമ്പോൾ അത് സ്നേഹത്തോടെ സ്വീകരിച്ച് കാഴ്ചവെക്കണം. മറ്റുള്ളവരുടെ സഹാരങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അത് സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് കാഴ്ചവെക്കണം. പ്രിയപ്പെട്ടവരുടെ മരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ കാണുന്ന വേദന നമ്മൾ ഈശോയുടെ മുറിവിലേക്ക് ചേർത്ത് വെച്ച് കാഴ്ചവെക്കണം. നമ്മുടെ വസ്തുവകൾ കാണാതെ പോകുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന ആ വേദന ഈശോയുടെ മുറിവിലേക്ക് ചേർത്ത് വെച്ച് കാഴ്ചവെക്കണം. നമുക്ക് പ്രകൃതിയിൽ ഉണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനം മൂലം നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഈശോയുടെ മുറിവിലേക്ക് ചേർത്ത് വെച്ച് കാഴ്ചവെക്കുമ്പോൾ ആ കാണുന്ന സഹനങ്ങൾ കാഴ്ചവെക്കുന്നതിലൂടെ നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നു. നമുക്ക് ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കി സ്വർഗത്തിലേക്ക് പോകാൻ നമ്മുടെ ആത്മാവ് അടുക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെ കാര്യമാണ് പരിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന, വിശുദ്ധ കുർബാന സ്വീകരണം. ഈ മൂന്ന് കാര്യങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് തൻ്റെ ആത്മാവിനെ നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വിവരിക്കാതെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. അടുത്തടുത്തുള്ള കുമ്പസാരം, ഗൗരവമായിട്ടുള്ള പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, മാർഗമായിട്ടുള്ള പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ പോയി കുമ്പസാരിച്ച് അതിനു വേണ്ടിയുള്ള പരിഹാരം ചെയ്ത് നമ്മൾ എന്തുമാത്രം ഒരുങ്ങാൻ പറ്റുമോ അത്രമാത്രം ഒരുങ്ങുക. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയൊക്കെ ചെയ്തൊരു കൊച്ചു കാര്യമുണ്ട്. തങ്ങളുടെ ജീവിതത്തിലെ ഗൗരവമായിട്ടുള്ള പാപവും മാരകമായിട്ടുള്ള പാപവും ജീവിതത്തിലുണ്ടായ ലഘുപാപങ്ങളും പോലും കണ്ടെത്തി എല്ലാ വെള്ളിയാഴ്ചയും ഏറ്റുപറഞ്ഞ് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. നേരെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന മക്കളെ, നിങ്ങൾ പാപബോധമുണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ ലഘുപാപവും ഗൗരവമായിട്ടുള്ള പാപവും മാരക പാപവും കണ്ടെത്തി 2 ആഴ്ച കൂടുമ്പോഴോ ആഴ്ചയിലൊന്നോ കുമ്പസാരിച്ച് നിങ്ങൾ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് നേരെ സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുവാന്നേ. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് പരിശുദ്ധ കുർബാന. പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിൽ എത്ര മക്കള് ഈ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നുണ്ട്? ഒരു കോവിഡിന്റെ പേരും പറഞ്ഞ്, ഒരു കൊറോണയുടെ പേരും പറഞ്ഞുകൊണ്ട് എത്ര മക്കളാ ഇന്ന് പരിശുദ്ധ ബലിയെ മാറ്റി നിർത്തിയേക്കണേ. ലോകത്ത് എല്ലായിടത്തും പോകാൻ പറ്റെങ്കിലും പരിശുദ്ധ ബലിക്ക് മാത്രം പോകാൻ സമയമില്ല പല കുടുംബത്തിലെ ആളുകൾക്ക്. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സമയമുണ്ട്. പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ കോവിഡാണ് അല്ലെങ്കിൽ കൊറോണയാണെന്ന കാരണം പറഞ്ഞുകൊണ്ട് ബലിയെ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞേ, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിന്റെ ജീവിതത്തിലെ മരണത്തിന് ശേഷം നിനക്ക് നേരെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല. അനേക നാള് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ട അവസ്ഥയാ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ബലിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്. എന്താ? നമ്മൾ വില കൊടുത്ത് ബലി അർപ്പിക്കണം. നിന്റെ കണ്ണിന്റെ ബലി നടക്കണം, നാവിന്റെ ബലി നടക്കണം, ശരീരത്തിന്റെ ബലി നടക്കണം, മനസ്സിന്റെ ബലി നടക്കണം, വികാരങ്ങളുടെ ബലി നടക്കണം, ചിന്തകളുടെ ബലി നടക്കണം, ആഗ്രഹത്തിന്റെ ബലി നടക്കണം. മക്കളെ, ഈ പ്രകാരം ബല കൊടുത്തുള്ള ബലി നടത്തുകയും നീ ബലിപീഠത്തിന്റെ ചുവട്ടിൽ പോയി ബലിയർപ്പണത്തിൽ പങ്കുചേരുമ്പോഴാ കൃപയൊഴുകുക. നേരെ സ്വർഗത്തിലേക്ക് നിന്റെ ആത്മാവ് ഒരുക്കപ്പെടുക. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുപോലെ മക്കളെ, ബലി അർപ്പിക്കാൻ പോയിട്ട് ദേവാലയത്തിൽ എവിടെയെങ്കിലും നിന്ന് കൂടിയിട്ട് പോരുമല്ല, പരിശുദ്ധ കുർബാന ഈശോയെ സ്വന്തമാക്കണം. ഹൃദയത്തിൽ വന്ന് ഈശോയെ പിന്നെ വേദനിപ്പിക്കാതിരിക്കാനായിട്ട്, ആ ഈശോയുടെ ഹിതം അനുസരിച്ച് ജീവിക്കാനായിട്ട് തയ്യാറാകണം. അതുകൊണ്ട് 5ാമത്തെ കാര്യമായിരുന്നു പരിശുദ്ധ കുമ്പസാരം, കുർബാന സ്വീകരണം, പരിശുദ്ധ ബലി. 6ാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയിൽ പൂർണ്ണമായിട്ട് ആശ്രയം വയ്ക്കുക. വിശുദ്ധ കൊച്ചിരേസ്യ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തി ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കി നേരെ സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും നല്ല വഴി ആ വ്യക്തി ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയം വയ്ക്കുന്നതാ. അവൾ പങ്കുവെക്കുന്ന കാര്യപ്രകാരമാണ്, പിതാവായ ദൈവത്തെ സ്വന്തം അപ്പനായി കാണണം, ആ അപ്പനിൽ വിശ്വസിക്കണം, ആ അപ്പനെ സ്നേഹിക്കണം, ആ അപ്പനിൽ ആശ്രയം വെക്കണം.
ആ അപ്പനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ഏത് വ്യക്തി തയ്യാറായിക്കോ അവരിൽ പൂർണ്ണ വിശുദ്ധീകരണം സംഭവിക്കും. അവരുടെ ആത്മാവ് നേരെ സ്വർഗത്തിൽ എത്തിച്ചേരുമെന്നാണ് വിശുദ്ധ കൊച്ച്രേസ്യ നമ്മളെ പഠിപ്പിക്കുക. എന്നിട്ട് അവൾ പറയുന്ന ഒരു കാര്യപ്രകാരമാണ്, ഏതൊക്കെ ദൈവമക്കൾ സ്വന്തം മേന്മയിലോ സ്വന്തം കഴിവിലോ ആശ്രയം വെച്ചാൽ അവർക്ക് സ്വർഗത്തിൽ നേരെ എത്തിച്ചേരാൻ പറ്റില്ല. ഏതൊക്കെ വ്യക്തികൾ പുണ്യജീവിതത്തിൽ സൽപ്രവൃത്തിയിലൊക്കെ ആശ്രയം വെച്ചാൽ അവർക്കും നേരെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല. ഏതൊക്കെ വ്യക്തികൾ തങ്ങളുടെ വിശുദ്ധിയിൽ ആശ്രയം വെച്ചോ അവർക്ക് നേരിട്ട് സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല. എന്നാൽ ഏതു മക്കൾ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയം വെച്ചോ അവർക്ക് നേരിട്ട് സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന വിശുദ്ധ ചെറുപുഷ്പം നമ്മളെ പഠിപ്പിച്ചു വെക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഏഴാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, മരണത്തെ സന്തോഷപൂർവം സ്വീകരിക്കുക എന്നുള്ള കാര്യം. വിശുദ്ധർ തങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത കാര്യം ഇതാ. മരണത്തെ എപ്പോഴും അവർ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ തയ്യാറായി. എന്ന് വെച്ചാൽ അവരുടെ ജീവിതം എപ്പോഴും നിത്യത ലക്ഷ്യമാക്കി അവർ ജീവിച്ചുകൊണ്ടിരുന്നു. ഒരു ചെറിയ പാപമുണ്ടെങ്കിലും അതെപ്പോഴും ഉപേക്ഷിച്ച് നിത്യതയിൽ എത്തിച്ചേരണമെന്നുള്ള വലിയ ദാഹത്തോടെ ഇരുന്നപ്പോൾ മരണം കണ്ടപ്പോൾ അവർ പേടിച്ചില്ല, ഭയപ്പെട്ടില്ല. മറിച്ച് ആ മരണത്തെ പുൽകുവാനായിട്ട് അവർ ദാഹിച്ചു. അവർ ഇങ്ങനെയാ ചിന്തിച്ചേ, മരണത്തിലൂടെ എനിക്ക് എൻ്റെ ഈശോയെ സ്വന്തമാക്കാമല്ലോ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് എത്ര പേർക്ക് ഇങ്ങനെ ഒരു കൊതിയുണ്ട്? മരണത്തിലൂടെ എനിക്ക് എൻ്റെ ഈശോയുടെ തൊട്ടടുത്ത് പോയിരിക്കുക, അതിനു വേണ്ടി ഒരുങ്ങണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ മനസ്സിലാക്കണം, മരണക്കിടക്കയിൽ കിടക്കുന്ന മക്കളെ, അവരെ നിങ്ങൾ ഇനി അവർക്ക് ഇത് കേൾക്കുന്നില്ലെങ്കിൽ അവിടെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന മരണക്കിടക്കയിൽ കിടക്കുന്ന വ്യക്തികളെ കുംഭസാരത്തിലൂടെ ഒരുക്കണം. എന്നിട്ട് പരിശുദ്ധ കുർബാന അവർക്ക് കൊടുക്കണം. മരണക്കിടക്കയിൽ എപ്പോൾ വേണമെങ്കിലും മരിക്കാവുന്ന അവസ്ഥയിൽ കഴിയുന്ന മക്കൾക്ക് ഒരു ദിവസം എത്ര പൂർണ്ണ ദണ്ഡവിമോചനം വേണമെങ്കിലും എടുക്കാം. വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യമാണ് പ്രിയപ്പെട്ട മക്കളെ. അതുകൊണ്ട് അവർ അപ്രകാരം പൂർണ്ണ ദണ്ഡവിമോചനം എടുത്തുകൊണ്ട് ഒരുങ്ങി ചെറിയൊരു പ്രാർത്ഥന ചൊല്ലിയാൽ മതി. പ്രാർത്ഥന ഇപ്രകാരമാ: നിത്യപിതാവേ, അവിടെ നിന്ന് എനിക്ക് നൽകുന്ന മരണത്തെയും അതിൻ്റെ എല്ലാ വേദനകളെയും സഹനത്തെയും സന്തോഷവും സമർപ്പിതവുമായ ഹൃദയത്തോടെ ഇന്നു മുതൽ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ അങ്ങോട്ട് സ്വീകരിച്ചാൽ മതി മക്കളെ. ദണ്ഡവിമോചനം കിട്ടുക. നമ്മുടെ ആത്മാവ് നേരെ സ്വർഗത്തിൽ പോകാനായിട്ട് അതിലൂടെ ഒരുക്കപ്പെടുകയാണ്. അവസാനമായിട്ട് എട്ടാമതായിട്ട് ക്ഷമിക്കുക. നേരെ സ്വർഗത്തിൽ പോകാനുള്ള 8ാമത്തെ വഴിയാണ് ക്ഷമിക്കാൻ തയ്യാറാകുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, ഉപവിക്കെതിരായിട്ടുള്ള പാപങ്ങളാണ് ഒരാത്മാവനെ അനേക നാളുകൾ ശുദ്ധീകരണ സ്ഥലത്ത് കടത്താനുള്ള കാരണം. ഇന്ന് എത്രയോ കുടുംബത്തിലാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വഴക്കുകൾ. ജീവിതമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, കുടുംബത്തിൽ ആളുകൾ വസിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ബന്ധങ്ങളില്ല. വെറുപ്പ, പിറുപിറുക്കല, കുറ്റപ്പെടുത്തല, പഴിചാറില്ല, സഹകരണ ഇല്ലായ്മ, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കൊണ്ടിരിപ്പ. നിങ്ങളോട് ഞാൻ ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ ചില കുടുംബങ്ങളിലേക്ക് കയറി ചെല്ലാനായിട്ട് പറ്റുന്നുണ്ട്, ചില കുടുംബത്തിലേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല? കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമ. ചിലവരുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ പോലും പറ്റുന്നില്ല. ചിലവരുടെ മുഖത്ത് നോക്കി ഒന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ക്ഷമിക്കാത്ത ചില അവസ്ഥകൾ. മക്കളെ, സ്നേഹത്തിനെതിരായിട്ട് വെറുപ്പിൽ കഴിയുന്ന ഏതൊക്കെ മക്കളുണ്ടോ, സ്നേഹത്തിനെതിരായിട്ടുള്ള ഏതൊക്കെ അവസ്ഥകളോ നിലപാടുകളോ മനോഭാവങ്ങളോ നമ്മൾ എടുത്തിട്ടുണ്ടോ മക്കളെ, നമുക്ക് ശുദ്ധീകരണ സ്ഥലത്ത് പോകേണ്ടി വരും. എന്നാൽ സ്നേഹത്തെ മുറുകെ പിടിച്ച്, ക്ഷമയെ മുറുകെ പിടിച്ച് ഏതൊക്കെ ദൈവമക്കൾ ജീവിക്കാൻ തയ്യാറായിട്ടുണ്ടോ അവർക്ക് നേരെ സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. 9ാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ദൈവ ഇഷ്ടത്തെ എപ്പോഴും പരിശീലിക്കാനായിട്ട് പരിശ്രമിച്ചാൽ സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റും. എന്ന് വെച്ചാൽ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈശോയോട് ചോദിക്കണം, ഈശോയെ, ഞാനിത് ചെയ്താൽ നിനക്ക് വേദനയാകുമോ? ഞാനിത് ചെയ്താൽ നിനക്ക് വേദനയാകുമോ? ഈശോ നമ്മുടെ മനസ്സിൽ
തോന്നലായിട്ടോ വാക്കുകളായിട്ടോ ആഗ്രഹമായിട്ടോ ചില ചിന്തയായിട്ടോ തരും. ഒന്നുകിൽ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യരുത്, ഇല്ലെങ്കിൽ കുറച്ചു നേരം കഴിയുക, ഇങ്ങനെ പ്രേരണ വരും. മക്കളെ, ഇത് ദൈവത്തിൻ്റെ ഇഷ്ട. ഇത് നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് നേരിട്ട് നമ്മുടെ സ്വന്തം ഇഷ്ടം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയാൽ മാത്രമേ നമുക്ക് നേരെ സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് സാധ്യമാകൂ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. 10ാമത്തെ കാര്യമാണ് ദണ്ഡവിമോചനം എന്നും സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നേരെ പോകാനുള്ള ഏറ്റവും നല്ല വഴിയാണ് എല്ലാ ദിവസവും ഒരു പൂർണ്ണ ദണ്ഡവിമോചനവും. എന്തുമാത്രം ഭാഗിക ദണ്ഡവിമോചനം എടുക്കാൻ പറ്റുമോ ആ ഭാഗിക ദണ്ഡവിമോചനം എടുത്തുകൊണ്ട് സ്വയം മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ദണ്ഡവിമോചനം എടുത്ത് ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കി സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റും. 11ാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മൾ ആരാധനയിൽ പങ്കുചേരുക എന്നുള്ള കാര്യം. എന്ന് വെച്ചാൽ നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മുടെ ഇടവക പള്ളിയിലെ സക്രാരിക്ക് മുന്നിൽ പോയി കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കുക. നിത്യാരാധന ചാപ്പലുകളിൽ പോയി കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കുക. അവിടെ പോയി ഇരുന്ന് ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയിൽ ആശ്രയം വയ്ക്കുക. ഈശോയെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഈശോയെ സ്നേഹിക്കുക. ഈശോയുമായിട്ടുള്ളൊരു ബന്ധമുണ്ടാക്കുക. മക്കളെ, ഇപ്രകാരം ബന്ധമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നു, നിന്റെ കുറവുകൾ മനസ്സിലാക്കാൻ പറ്റുന്നു, അതിനെ നികത്താനുള്ള കൃപ നിനക്ക് തരുന്നു. ആ ദിവ്യകാരുണ്യത്തിൽ നിന്നും വലിയൊരു തീ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി നിന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് നിന്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് നിനക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിരിക്കുമ്പോൾ കിട്ടുന്ന കൃപ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ആ 12ാമതായിട്ട് എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളും നിയോഗത്തോടു കൂടി ചെയ്യുക. എന്ന് വെച്ചാൽ പരിശുദ്ധ കുർബാനയാകട്ടെ, ജപമാലയാകട്ടെ, കുരിശിൻ്റെ വഴിയാകട്ടെ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ മക്കളെ, അതെല്ലാം നമ്മൾ നിയോഗത്തോടു കൂടി ചെയ്യണം. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട്, നമ്മുടെ കടങ്ങളുടെ മോചനത്തിനായിട്ട് ഓരോ കാര്യം ചെയ്യണം. ഒരു ദാനധർമ്മം ചെയ്യും, എന്തും ആകട്ടെ, ഏത് ആത്മീയ കാര്യങ്ങളായാലും നിയോഗത്തോടു കൂടി സ്വന്തം ആത്മരക്ഷയ്ക്കായിട്ട് ചെയ്യണം. 13ാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായിട്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്യണം. അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുക, ദണ്ഡവിമോചനം എടുത്ത് ദാനധർമ്മത്തിലൂടെ, പരിഹാരത്തിലൂടെ നിനക്ക് എന്തൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പറ്റുമോ അത്രമാത്രം കാഴ്ചവെക്കണം. വിശുദ്ധ പാദ്രാപ്പിയോ ചെയ്ത ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അദ്ദേഹം ഒരു ചെറിയ പെട്ടി ഉണ്ടാക്കി. എന്നിട്ട് ആ പെട്ടിക്കകത്ത് സാധാരണ മനുഷ്യൻ ചെയ്യാൻ സാധ്യതയുള്ള കുറേ പാപങ്ങൾ, ഒരു 100ഓളം പാപങ്ങൾ എഴുതി ആ പെട്ടിക്കകത്ത് ഓരോ കടലാസാക്കി ഉണ്ടാക്കിയിട്ടു. പ്രിയപ്പെട്ടവരെ, ആ പെട്ടി എന്നിട്ട് എല്ലാവരും പോകുന്ന ഒരു സ്ഥലത്ത് വെച്ചു. എപ്പോൾ പാതിരാപ്പിയോ ആ പെട്ടിയുടെ ഫ്രണ്ടിലൂടെ പൊക്കോ, ആ പെട്ടിക്കകത്തേക്ക് കൈയിട്ട് ഒരു പാപം എടുക്കും, അത് തുറന്നു നോക്കും. ദൈവമേ, എന്നിട്ട് ദൈവത്തോട് പറയും, ദൈവമേ, ഈ പാപം ചെയ്ത് മരിച്ചു പോയ ആത്മാക്കൾക്ക് വേണ്ടി ഞാനിതാ ഈ പ്രാർത്ഥന ചെല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന ചെല്ലും. ഒരു ഭാഗിക ദണ്ഡമോചനം എടുത്ത് ആ നിമിഷം തന്നെ ആത്മാവിന് കൊടുക്കും. നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയ ആത്മാക്കളുടെ പേര് ഒരു ചെറിയ ലിസ്റ്റ് ഉണ്ടാക്കി അത് നമ്മുടെ പ്രാർത്ഥനാ മുറിയുടെ അവിടെ വയ്ക്കുക. നമ്മുടെ മക്കളും നമ്മളൊക്കെ അതിലൂടെ കടന്നു പോകുമ്പോൾ ഒരാളുടെ പേരെടുക്കുക. ആ ആത്മാവിന് വേണ്ടി ഒരു സ്വർഗസ്ഥനായ പിതാവ്, ഒരു നന്മ നിറഞ്ഞ പറയുമ്പോൾ ഒരു ത്രിസ്തുതി, ഒരു മരിച്ച വിശ്വാസികളെ ചെല്ലിയിട്ട് കടന്നു പോകും. അവർക്ക് വേണ്ടി കാഴ്ചവെക്കുക. ഇല്ലെങ്കിൽ ഒരു ഭാഗിക ദണ്ഡമോചനം എടുത്ത് അവർക്ക് വേണ്ടി കാഴ്ചവെക്കുക. പ്രിയപ്പെട്ടവർ, ഇപ്രകാരം ചെയ്യുമ്പോൾ ഈ ആത്മാക്കളിലൂടെ നമ്മുടെ ആത്മാവ് വിശുദ്ധീകരണപ്പെടുക. അങ്ങനെ നമുക്ക് ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കി നമുക്കും സ്വർഗത്തിലേക്ക് പോകാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവരെ, 14ാമതായിട്ട് രോഗീലേപനം സ്വീകരിച്ചൊരുങ്ങുക. 15ാമതായിട്ട് എളിമ എന്ന പുണ്യം സ്വന്തമാക്കുക. പ്രിയപ്പെട്ടവരെ, ഈ 15 കാര്യങ്ങൾ ഏതൊക്കെ ദൈവമക്കൾ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവന്ന് അത് തൻ്റെ ജീവിതത്തിൽ അനുകരിക്കാൻ തുടങ്ങിക്കോ, അവർക്കാണ് ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കി സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് സാധ്യമാക്കുക. നമുക്ക് ഈ പരിശുദ്ധ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ദൈവമേ, എനിക്ക് തന്നിരിക്കുന്ന ഈ 15 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാനോ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ കാലാവധി കുറിച്ച് സ്വർഗത്തോട് അടുക്കാനോ എനിക്കൊരു കൃപ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ആത്മാർത്ഥമായിട്ട് ഈ 15 കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ദാഹിക്കാം. അതിനുള്ള കൃപാവരം ഈ ആരാധനയിലൂടെ നമുക്കെല്ലാവർക്കും കിട്ടട്ടെ. എഴുന്നേറ്റ് കരം കൂപ്പിപ്പിടിച്ച് ഈശോയെ നമുക്ക് ഗാനം ആലപിച്ചുകൊണ്ട് സ്വീകരിക്കാം.
ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും പാതകൾ ഒഴിയും ആരാധനയെങ്കിൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും പാതകൾ ഒഴിയും ആരാധനയെങ്കിൽ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ആരാധന 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 ആരാധന. ആരാധിച്ച മക്കളെ മലഹമാരോട് ചേർന്ന് വിശുദ്ധരോട് സ്വർഗവാസികളോട് ചേർന്ന് എല്ലാവരും ആരാധിച്ച് ആരാധന 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 ആരാധന. എന്റെ ഈശോ എന്നെ തൊടണേ, എന്റെ ഈശോ എന്നെ തൊടണേ, എന്റെ ഈശോ എന്നെ തൊടണേ, ഈശോയെ നോക്കി പാടിക്കേ. എന്നെ തൊടണേ, എന്റെ ഈശോ എന്നെ തൊടണേ, എന്റെ ഈശോ എന്നെ തൊടണേ, എന്റെ ഈശോ എന്നെ തൊടണേ, എന്റെ ഈശോ എന്നെ തൊടണേ. സ്വർഗത്തിലെത്താം, ഈശോ എന്നെ തൊടണേ, ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാം, എന്നെ തൊടണേ, പാപം ഉപേക്ഷിക്കാം, എന്നെ തൊടണേ, പരിഹാരം ചെയ്യാം, എന്നെ തൊടണേ, കരുണയെ കെട്ടിപ്പിടിക്കാം, എന്നെ തൊടണേ, ഉപവസിച്ച് പ്രാർത്ഥിക്കാം, എന്നെ തൊടണേ, ദണ്ഡവിമോചനമെടുക്കാം, എന്നെ തൊടണേ, രോഗിലേപനം സ്വീകരിക്കാം, എന്നെ തൊടണേ, എളിമപ്പെടാൻ, എന്നെ തൊടണേ, പൂർണ്ണമായി ആശ്രയിക്കാം, എന്നെ തൊടണേ, തിന്മയെ ബഹിഷ്കരിക്കാം. ആരാധന 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 പാടിക്കേ. ആരാധന 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 പാടിച്ചേ. ആരാധന 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 ആരാധന. ഇരു കരങ്ങൾ ഉയർത്തി ഒറ്റവിളി യേശുവേ. യേശുവേ, ജീവിക്കുന്ന യേശുവേ. ഓ പരിശുദ്ധാത്മാവേ, നിറയണമേ, അഭിഷേകം തരണമേ, സ്വർഗ്ഗം സ്വന്തമാക്കാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ, പാപങ്ങൾ ഉപേക്ഷിക്കുവാൻ, ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ, പാപത്തെ നീക്കം ചെയ്യാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ, പ്രായശ്ചിത്തം ചെയ്യുവാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ, പരിഹാരം ചെയ്യുവാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ, തിന്മകൾ മാറ്റുവാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ, സഹനങ്ങൾ സ്നേഹത്തോടെ സ്വീകരിച്ച് അനുഗ്രഹിക്കാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ. സ്വരം ഉയർത്തി വിളിക്കട്ടെ യേശുവേ. കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. മക്കളെ, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. പരിപൂർണതയിലേക്ക്, പരിപൂർണ വിശുദ്ധിയിലേക്ക്, പരിപൂർണ സ്നേഹത്തിലേക്ക് ഓരോ ദൈവ പൈതലിനെ ദൈവം വിളിച്ചിരിക്കുക. മക്കളെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സാത്താൻ പലതരത്തിലുള്ള കെണികൾ വെച്ചുകൊണ്ട് നമ്മുടെ പരിപൂർണ വിശുദ്ധി നഷ്ടപ്പെടുത്തുക, നമ്മുടെ സ്നേഹം നമ്മൾ നഷ്ടപ്പെടുത്തുക. ഇത് തിരിച്ചു പിടിക്കേണ്ട സമയമായത്.
നമുക്ക് എത്തണ്ടേ മക്കളെ സ്വർഗത്തിൽ? നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് എത്താനല്ല ദൈവം ആഗ്രഹിച്ചേക്കണം, മറിച്ച് സ്വർഗത്തിലെത്താനാ. സ്വർഗത്തിലെത്താനുള്ള വഴികളാ ദൈവം നമ്മുടെ ജീവിതത്തിൽ തുറന്നു വെച്ച് തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ സ്വർഗത്തിലെത്താൻ തടസ്സമായി എന്തെങ്കിലും നമ്മളിൽ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം തമ്പുരാന്റെ സന്നിധിയിൽ, ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിൽ, ദിവ്യകാരുണ്യ കരങ്ങളിൽ സമർപ്പിച്ച് ഈശോയുടെ മുമ്പിൽ കരുണയ്ക്കായിട്ട് യാചിക്കണം. കരം തുറന്നു പിടിക്കാം. ദൈവമേ, പാപിയാ, വലിയ പാപികളാ ഞങ്ങള്. ഒത്തിരി നന്മ ഞങ്ങൾക്ക് തന്നിട്ടും, ഒത്തിരി കൃപ ഞങ്ങൾക്ക് തന്നിട്ടും, ഞങ്ങൾക്ക് ഒത്തിരി ബോധ്യങ്ങൾ തന്നിട്ടും ഞങ്ങൾ പലപ്പോഴും വീണു പോകുന്നവരാ, പാപബന്ധനത്തിൽ കഴിയുന്നവരാ. ആ സുഖത്തെ ഉപേക്ഷിക്കാൻ പറ്റാതെ അതിൽ വലയം ചെയ്യപ്പെട്ട് കിടക്കുന്ന മക്കളാ. ഈശോയെ, അങ്ങേക്ക് മാത്രമാ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഞങ്ങൾ വീണ്ടും വീണ്ടും വീണു പോയിക്കൊണ്ടിരിക്കുക. അങ്ങേക്ക് മാത്രമാ ഞങ്ങളെ സ്വന്തമാക്കാൻ, ഞങ്ങളെ ഈ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് രക്ഷിക്കാൻ, ഞങ്ങൾക്ക് സ്വർഗത്തിൽ എത്തിച്ചേർക്കാൻ. അപ്പാ, അങ്ങേക്ക് മാത്രമാ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. ഞങ്ങളെ സമർപ്പിക്കുക. സ്വീകരിക്കണേ ദൈവമേ, സ്വന്തമാക്കണേ ദൈവമേ, കരുണ കാണിക്കണേ ദൈവമേ. ഞങ്ങളെ നിന്റേതാക്കി ഒന്ന് മാറ്റണേ ഈശോയെ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി നമ്മുടെ ശരീരം, മനസ്സാത്മാവ് മുഴുവനെ സമർപ്പിച്ചേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ ഈശോയേ. കരമുയർത്തിക്കൊണ്ടെല്ലാവരും ദാഹിച്ച മക്കളെ ഹൃദയത്തിലേക്ക് വിളിച്ച്, ഹൃദയത്തിലേക്ക് ആഗ്രഹിച്ച് പ്രിയപ്പെട്ട മക്കളെ, നേരെ സ്വർഗത്തിൽ പോകണമെങ്കിൽ, ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കണമെങ്കിൽ ആദ്യത്തെ 2 കാര്യമാ. 1, പാപം നീക്കം ചെയ്യണം. 2, പരിഹാരവും പ്രായശ്ചിത്തവും ചെയ്യണം. എന്തുമാത്രം പാപങ്ങളാ മക്കളെ നമ്മളിൽ കിടക്കുന്നത്. എന്തുമാത്രം തിന്മയോടൊരു ചായ്വ, വിചാരത്തിലൂടെ എന്തുമാത്രം പാപമാ. വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, ഉപേക്ഷയിലൂടെ, ശരീരത്തില്, മനസ്സില്, ആത്മാവില്, ഹൃദയത്തില്, പഞ്ചേന്ദ്രിയങ്ങളില് നമ്മളെല്ലാം പാപബന്ധനത്തിലല്ലേ? നമ്മൾ ഏറ്റുപറഞ്ഞിട്ടുണ്ടോ? മാറ്റാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടോ? നമ്മൾ ഏറ്റുപറഞ്ഞ പാപത്തിനൊക്കെ എന്തോരോ കിടക്കുന്ന കാലിക ശിക്ഷ. ആ പാപത്തിന്റെ കറ ഇപ്പോഴും കിടക്കുവല്ലേ? അതുകൊണ്ടല്ലേ ചില പാപാസക്തി നമ്മളിൽ കിടക്കുന്നേ, പാപം ചെയ്യാനുള്ള ചില പ്രവണത കിടക്കുന്നേ. അതുകൊണ്ടല്ലേ? പരിഹാരം ചെയ്തിട്ടുണ്ടോ? പാപവും നമ്മൾ ഉപേക്ഷിച്ച അല്ലെങ്കിൽ ഏറ്റുപറഞ്ഞ പാപവും പാപമേഖലകളും പരിഹാരം ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച്, ഈശോയെ, നിന്റെ കരുണ, നിന്റെ ചങ്കിലെ രക്തം ഇത് ഞങ്ങളിലേക്ക് ഒഴുകി ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണമേ. പരിഹാരം ചെയ്ത് ഒരു വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് സ്വർഗം സ്വന്തമാക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള ആഗ്രഹത്തോടെ സകല മക്കളും ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആഗ്രഹിച്ച് വിളിച്ചു പാടിക്കേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ കനിയേണമേ. ദാഹത്തോടെ എല്ലാവരും ചേർന്ന് കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു
മക്കളെ, സ്വർഗത്തിൽ പോകാനുള്ള മറ്റു രണ്ട് കാര്യങ്ങളാ. ജീവിതത്തിൽ ക്രമരാഹിത്യം വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുന്ന പോലെ തന്നെ അതിന് തക്കതായ പരിഹാരം ചെയ്യണം. രണ്ട്, ജീവിതത്തിൽ നമ്മുടെ ശുദ്ധീകരണത്തിനായിട്ട് ദൈവം അനുവദിച്ചു തരുന്ന സഹനങ്ങളുണ്ടെങ്കിൽ അത് സ്നേഹത്തോടെ, ശാന്തതയോടെ, സന്തോഷത്തോടെ, ഈ ക്ഷമയോടുകൂടി അത് സ്വീകരിച്ച് ആത്മരക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്കണം. അത് ഈശോയുടെ പീഡാനുഭവത്തോട് ചേർത്ത് കാഴ്ചവെക്കണം. ഇവിടെയൊക്കെ നമുക്ക് പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതാ തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മുടെ പാപങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഈശോയോട് പറയാ, ഈശോയെ, ഞങ്ങളുടെ ക്രമരാഹിത്യവും പാപങ്ങളും സമർപ്പിക്കുക. ഞങ്ങൾ ജനിച്ച നാൾ മുതൽ ഇന്നുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ സഹനങ്ങൾ, വേദനകൾ, വിഷമങ്ങൾ, നിരാശകൾ, സങ്കടങ്ങൾ, ഒറ്റപ്പെടലുകൾ, ഏകാന്തതകൾ, ഇതെല്ലാം ഈശോയെ അങ്ങേ പീഡാനുഭവത്തിലേക്ക് ചേർത്ത് വെക്കുക. ഞങ്ങളുടെ പാപത്തിന്റെ കടങ്ങളുടെ മോചനത്തിനായി, ഞങ്ങളുടെ ആത്മാവിന്റെ കറകൾ മാറ്റപ്പെടാനായി ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഇത് സ്വീകരിച്ചപ്പാ കരുണ കാണിച്ച് ഞങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ കരം നീട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി കരുണയ്ക്കായിട്ട് യാചിച്ച് വിളിച്ചു പാടിക്കേ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. നമ്മുടെ അപരാധങ്ങൾ, പാപങ്ങൾ മായ്ക്കപ്പെടാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് നേരെ സ്വർഗത്തിൽ പോകാനുള്ള അടുത്ത രണ്ട് വഴികളാ. ഒന്ന് പരിശുദ്ധ കുമ്പസാരം, പരിശുദ്ധ കുർബാന, പരിശുദ്ധ കുർബാന സ്വീകരണം, ഒപ്പം ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചു പ്രാർത്ഥിക്കല്. നമ്മൾ ചിന്തിച്ച് നമ്മുടെ കുമ്പസാരം എപ്പോഴൊക്കെയാ, എത്ര പൂർണ്ണതയിൽ നടത്തിയിട്ടുണ്ട്? നമ്മുടെ ബലിയർപ്പണമൊക്കെ എത്ര വില കൊടുത്ത് നമ്മൾ അർപ്പിച്ചിട്ടുണ്ട്? യോഗ്യതയോടുകൂടി നമ്മൾ ഈശോയെ സ്വീകരിച്ചിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ മേത്മയിലും കഴിവിലും ബുദ്ധിയിലും ഒക്കെ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കരുണയിൽ ആഴത്തിൽ ആശ്രയിച്ചിട്ടുണ്ടോ? നമ്മൾ ഈശോയെ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ടോ? വിശ്വസിച്ചിട്ടുണ്ടോ? ആശ്രയിച്ചിട്ടുണ്ടോ? കരുണയെ കെട്ടിപ്പിടിക്കാൻ നോക്കിയിട്ടുണ്ടോ? ശരണപ്പെട്ടിട്ടുണ്ടോ? മക്കളെ, ഇതല്ലേ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി. ഏത് പാപിക്കും, ഏത് രോഗിക്കും, ഏത് കുറവുള്ളവനും സ്വർഗത്തിൽ എത്താനുള്ള വഴി വിശുദ്ധ കൊരിന്ത്യർ പറയുന്നു, നീ ദൈവത്തിന്റെ കരുണയെ ആശ്രയിക്ക്, ആ കരുണയെ കെട്ടിപ്പിടിക്ക്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈ നിമിഷം രണ്ട് കരങ്ങൾ യാചനയോടെ പിടിച്ച് കുറവുകൾ സമർപ്പിക്ക്. ദൈവമേ, ആ കരുണയെ കെട്ടിപ്പിടിക്കാൻ, പരിശുദ്ധ കുമ്പസാരത്തെ സ്നേഹിക്കാൻ, പരിശുദ്ധ ബലിയെ സ്നേഹിക്കാൻ, ഈശോയെ സ്വന്തമാക്കാൻ എനിക്കൊരു കൃപ തരണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. അവിടുത്തെ പീഡാനുഭവത്തിന്റെ യോഗ്യതയാൽ, കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ എന്റെ മേലൊന്ന് കരുണയൊഴിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ആ കരുണയ്ക്ക് വേണ്ടി രണ്ടു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സകല മക്കളും വിളിച്ചു പാടി പ്രാർത്ഥിച്ചേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗം സ്വന്തമാക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാ സന്തോഷപൂർവം മരണത്തെ സ്വീകരിക്കുക. രണ്ട്, ക്ഷമിക്കാൻ തയ്യാറാകുക. മൂന്നാമത്തെ കാര്യം, ദൈവ ഇഷ്ടം എപ്പോഴും സ്വന്തമാക്കാൻ നോക്കുക. നമ്മൾ ചിന്തിക്കണം മക്കളെ, ക്ഷമിക്കേണ്ട മേഖല ഇനിയും കിടപ്പില്ലേ? ദൈവ ഇഷ്ടം നമ്മൾ പലപ്പോഴും സ്വന്തമാക്കിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഈ മേഖലയിലൊക്കെ കുറവ് സംഭവിച്ചിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിൽ ദണ്ഡവിമോചനം സ്വീകരിക്കാനായിട്ട് നമ്മൾ എന്തോരം വില കൊടുത്തിട്ടുണ്ട്. രോഗീലേപനം സ്വീകരിക്കാനായിട്ട് നമ്മൾ എന്തോരം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ പ്രായമായവർക്ക് വേണ്ടി അത് സ്വീകരിച്ച് കൊടുക്കാനായിട്ട് നമ്മൾ വില കൊടുത്തിട്ടുണ്ടോ? ഒന്ന് എളിമപ്പെടാനായിട്ട് നമ്മൾ തയ്യാറായിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദീപികാരുണ്യത്തിന്റെ മുമ്പിൽ നമുക്ക് ശാന്തതയോടെ ഇരിക്കാൻ നോക്കിയിട്ടുണ്ടോ? ശുദ്ധീകരണ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടോ? ഇവിടെയൊക്കെ നമുക്ക് വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ. ദൈവമേ, നീ വിളമ്പി തന്നിട്ടുള്ള ഈ കാര്യങ്ങൾ നേരെ സ്വർഗത്തിൽ പോകാൻ, ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാനുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സ്വന്തമാക്കി ജീവിക്കാൻ
നീ ഞങ്ങൾക്കൊരു കൃപ തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. കരം ഉയർത്തിപ്പിടിച്ച് ദൈവത്തിൽ നിന്ന് കൃപ സ്വീകരിക്കുക. ദൈവമേ, സ്വർഗത്തിലെത്താൻ, സ്വർഗം മാത്രം ലക്ഷ്യമാക്കാൻ ഇതാ വിശുദ്ധര് പ്രാർത്ഥിച്ച പോലെ എനിക്ക് സ്വർഗം സ്വന്തമാക്കണം. എസ്തപ്പാനോസ് പ്രാർത്ഥിച്ച പോലെ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കാൻ, സ്വർഗം നോക്കിക്കൊണ്ട് മരിക്കാൻ നീ എനിക്കൊരു കൃപ തരണമേ അപ്പാ, നീ എന്നെ പഠിപ്പിക്കണേ അപ്പാ, നീ എനിക്ക് ശക്തി തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഉറക്കെ വിളിക്കട്ടെ. യേശുവേ, ഈശോയേ, ഈശോ. സ്വരമുയർത്തി ചങ്കുപൊട്ടി വിളിച്ച് പരിശുദ്ധനെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മക്കളെ, കഴിഞ്ഞ 10 ദിവസം ശുദ്ധീകരണ ആത്മാക്കളെ എങ്ങനെ രക്ഷിക്കാമെന്ന് വ്യക്തമായിട്ടും പഠിപ്പിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ കണ്ടു, നമുക്ക് ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കി സ്വർഗത്തിൽ എങ്ങനെ എത്താം. മക്കളെ, ആത്മാക്കളെ സ്വർഗത്തിലെത്തിക്കണം, നമുക്കും സ്വർഗത്തിലെത്തിക്കണം. ഇത് ബുദ്ധിയിൽ മാത്രം കേട്ടിരിക്കേണ്ട കാര്യമല്ല, ഇത് പ്രാക്ടിക്കലാക്കണം. ഈ 10 ദിവസവും ഓരോ വൈദികരും അല്ലെങ്കിൽ ഓരോ ബ്രദർമാരും ഇവിടെ വന്ന് പഠിപ്പിച്ച കാര്യം നിങ്ങൾ ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിൽ ഒരു ദിവസം പോലും കളയാതെ അത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ നമുക്ക് മുഴുവനും സ്വർഗത്തിലെത്തണം. ശുദ്ധീകരണ ആത്മാക്കളെ മുഴുവൻ രക്ഷിക്കണം, ശുദ്ധീകരണ സ്ഥലം ഫ്രീ ആക്കണം, ആത്മാക്കൾ മുഴുവനും സ്വർഗത്തിലെത്തണം. മക്കളെ, അതിനുള്ള വലിയ കൃപ, അതിനുള്ള വലിയൊരു അഭിഷേകം നമുക്കെല്ലാവർക്കും ഇനിയുള്ള നാളുകളിൽ അത് ചെയ്യാനുള്ള ശക്തി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയോട് ചേർന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.